ഹലോ ഫ്രണ്ട്സ്, ഗുഡ് ഈവനിങ് ടു ഓൾ. സോ നമ്മുടെ സ്പേസ് മന്തിന്റെ സ്കിൽ ഒരുക്കുന്ന സ്പേസ് മന്തിൽ ആദ്യത്തെ വെബിനാറിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. സോ ഇന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം എന്താണ് സ്കില്ല്. സ്കില്ലില് ആരൊക്കെയാണ് ഇന്ന് നിങ്ങൾ ഇവിടെ എത്തിയിരിക്കുന്ന വിദ്യാർത്ഥികളിൽ, ഓഡിയൻസിൽ ബഹുഭൂരിപക്ഷം വിദ്യാർത്ഥികളും സ്കില്ലിന്റെ മെമ്പേഴ്സ് ആണ്. സ്കിൽ മേറ്റ്സ് എന്ന് വിളിക്കപ്പെടുന്ന സ്കില്ലിന്റെ മെമ്പേഴ്സ് ആണ്. അവർക്ക് പ്രത്യേകം പരിചയപ്പെടുത്തി കൊടുക്കേണ്ടതിന്റെ ആവശ്യകതയില്ല. എന്നാൽ പോലും ഒരു വലിയ വിഭാഗം കുട്ടികൾ പുറത്തുനിന്നുള്ള എക്സ്റ്റേണൽ രജിസ്ട്രേഷനും കൂടിയുണ്ട്. സോ സ്കിൽ എന്താണ് എന്ന് ചെറുതായി പറഞ്ഞുകൊണ്ട് നമുക്ക് പ്രോഗ്രാമിലേക്ക് കടക്കാം. സ്കിൽ സയന്റിഫിക് ക്വസ്റ്റ് ഫോർ ഐഡിയൽ ലേണിംഗ്. ശാസ്ത്ര പഠന ഗവേഷണ രംഗത്ത് ഇന്ത്യയിലെ മികച്ച സ്ഥാപനങ്ങളിൽ പഠിക്കുന്ന ഐസർ, NIT, IIT, എയിംസ്, ജിപ്മർ, IISc പോലെയുള്ള NID, IIIT അങ്ങനെ ഒരു വലിയ നിര അവിടേക്ക് പഠിക്കുന്ന വിദ്യാർത്ഥികളുടെ ഒരു കൂട്ടായ്മയാണ് സ്കില്ല് എന്ന് പറയുന്നത്. ഈ കൂട്ടായ്മ ലക്ഷ്യം വെക്കുന്നത് കേരളത്തിലെ, നമ്മുടെ നാട്ടിലെ പിന്നോക്കം നിൽക്കുന്ന, അതേസമയം ഇത്തരം ഇൻസ്റ്റിറ്റ്യൂട്ടുകളെ പറ്റി അറിയാത്ത ഗ്രാമങ്ങളിലുള്ള അത്തരം വിദ്യാർത്ഥികൾക്കിടയിൽ ഇത്തരം സ്ഥാപനങ്ങളെ പരിചയപ്പെടുത്തുക എന്നതൊരു ലക്ഷ്യമായി നിൽക്കുമ്പോൾ തന്നെ മറു ലക്ഷ്യമായി നമ്മൾ മുന്നിൽ കാണുന്നത് ശാസ്ത്ര ഗവേഷണ രംഗത്തേക്ക് ഒരു പുതിയ വാതായനം, വിദ്യാർത്ഥികൾക്ക് ചെറു പ്രായത്തിൽ തന്നെ ഇത്തരം ശാസ്ത്ര ഗവേഷണ രംഗത്തേക്കുള്ള വാതിലുകൾ തുറക്കുക എന്നത് കൂടിയാണ് സ്കില്ലിന്റെ ഒരു ലക്ഷ്യം. അതിന്റെ ഭാഗമായി ഒരുപാട് പദ്ധതികൾ സ്കിൽ ആവിഷ്കരിക്കുന്നുണ്ട്. അത്തരം പദ്ധതികളിൽ ഭാഗമാകാൻ നിങ്ങൾക്ക് എല്ലാവർക്കും സ്കില്ലിൽ മെമ്പർഷിപ്പ് എടുക്കാവുന്നതാണ്. അതിന്റെ പോസിബിലിറ്റീസും കാര്യങ്ങളൊക്കെ നിങ്ങൾ പിന്നീട് നിങ്ങളുമായിട്ട് സംവദിക്കുന്നതായിരിക്കും. സോ ഇന്ന് നമ്മളെല്ലാവരും അറിയാം, വേൾഡ് സ്പേസ് വീക്ക് ഈ ഒക്ടോബർ 4 മുതൽ 10 വരെ വേൾഡ് സ്പേസ് വീക്ക് ആണ്. അതിന് ഭാഗമായിട്ട് ഈ ഒരു ഒക്ടോബർ മാസം മൊത്തം സ്കില്ല് സ്പേസ് സ്റ്റഡീസിന് വേണ്ടി മാറ്റി വെച്ചിരിക്കുകയാണ്. അതിന്റെ ഭാഗമായിട്ട് ആദ്യമായി നടക്കുന്ന നമ്മുടെ വിദ്യാർത്ഥികളുമായി സംവദിക്കാൻ നിങ്ങൾക്ക് എത്തിയിരിക്കുന്നത് നമ്മുടെ ഡോക്ടർ മുഹ്സിൻ എം ആണ്. ഡോക്ടർ മുഹ്സിൻ എമ്മിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അദ്ദേഹം നമ്മുടെ ISROയിലെ റിസർച്ച് ഫെലോ ആണ്. ISRO റിസർച്ച് ഫെലോ എന്ന് പറയുമ്പോൾ നിങ്ങൾ സ്കില്ലിന്റെ വീഡിയോ എക്സ്പേർട്ട് ടോക്ക് സീരീസ് ഒക്കെ കാണുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാകും. ചിലപ്പോൾ ആ വീഡിയോ, അദ്ദേഹത്തിന്റെ വീഡിയോ കണ്ടിട്ടുണ്ടാവും. മുഹ്സിൻക എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ISRO റോക്കറ്റ് ലോഞ്ചിങ്ങിന്റെ സമയത്തൊക്കെ അവിടുത്തെ വെതർ പ്രഡിക്ഷന്റെ ടീമിന്റെ ഒക്കെ ഭാഗമായിരുന്ന ഓരോ റോക്കറ്റ് ലോഞ്ചിലും ആ സമയത്ത് വെതർ പ്രഡിക്ഷനെ കുറിച്ചൊക്കെ പഠനം നടത്തി വെതർ പ്രഡിക്റ്റ് ചെയ്ത് കൊടുക്കുകയും അങ്ങനെ ഇന്ത്യയുടെ പല റോക്കറ്റ് ലോഞ്ചുകളിലും ISRO നടത്തിയ പല റോക്കറ്റ് ലോഞ്ചുകളുടെയും ഭാഗമായിട്ടുള്ള ഒരു വ്യക്തിയാണ് നിങ്ങൾക്ക് ഗസ്റ്റ് ആയിട്ട് കിട്ടിയിരിക്കുന്നത്. സോ അതുപോലെ തന്നെ ഡോക്ടർ മുഹ്സിൻ സാർ ഇന്ന് കറന്റ്ലി ഇപ്പം NIT കാലിക്കറ്റിൽ നാഷണൽ പോസ്റ്റ് ഡോക്ടർ ഫെലോ NPDF ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സോ നിങ്ങൾക്ക് ഇന്ന് ഈ ഒരു സ്പേസ് മന്തുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്നതിൽ ഏറ്റവും മികച്ച ഒരു ഗസ്റ്റ് ആണ്. നിങ്ങൾക്ക് സംവദിക്കാൻ, നിങ്ങൾക്ക് സംശയങ്ങൾ ചോദിക്കാൻ, നിങ്ങളുമായിട്ട് തന്റെ ജീവിത എക്സ്പീരിയൻസുകൾ പങ്കുവെക്കാൻ ഒക്കെ നിങ്ങൾക്ക് ഇതൊരു യൂസ്ഫുൾ ആയിട്ട് മാറട്ടെ. സോ ചില കാര്യങ്ങൾ മാത്രം ശ്രദ്ധയിൽപ്പെടുത്തുകയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ആദ്യം പറഞ്ഞതുപോലെ നേരത്തെ ടിക്യൂരി എന്ന് എഴുതി കൊടുത്തതുപോലെ നിങ്ങളുടെ സംശയങ്ങളും കാര്യങ്ങളൊക്കെ ചോദിക്കേണ്ടത് ക്വസ്റ്റ്യൻ ആൻസർ സെഷനിലാണ്. അതുപോലെ തന്നെ അവസാനം നിങ്ങളുടെ എല്ലാ പ്രോഗ്രാം കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു ഫീഡ്ബാക്ക് സെഷൻ ഉണ്ടാവും. ആ ഒരു ഫീഡ്ബാക്കും നിങ്ങൾ അറിയിക്കുക. അതുപോലെ മുഹ്സിൻ സാർ ക്വസ്റ്റ്യൻസ്, എന്തെങ്കിലും സെഷന്റെ ഇടയിൽ ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കുമ്പോൾ അതിന്റെ പോൾസ് നിങ്ങൾക്ക് ലഭിക്കും, സൂമിൽ തന്നെ ലഭിക്കും. സോ അതിനുള്ള ആൻസേഴ്സും ജസ്റ്റ് നിങ്ങൾ പോൾ ചെയ്താൽ മതി, നിങ്ങളുടെ സ്ക്രീനിലേക്ക് വരും, പോൾ ചെയ്താൽ മതി. സോ ഈ ഒരു സെഷൻ കൈകാര്യം ചെയ്യാൻ കൂടുതൽ ബോറടിപ്പിക്കുന്നില്ല. ഇതിന്റെ സംസാരം കേൾക്കാനല്ല നിങ്ങൾ എല്ലാവരും വന്നിട്ടുള്ളത്. സോ ഈ ഒരു സെഷൻ നമ്മൾ നമ്മുടെ ഗസ്റ്റ് ആയിട്ടുള്ള മുഹ്സിൻ സാറിനെ ക്ഷണിക്കുകയാണ്. മുഹ്സിൻ സാർ പ്ലീസ്. മുഹ്സിൻ സാർ സ്റ്റാർട്ട് ചെയ്യാലോ അല്ലേ? അതെ അതെ, ഓക്കെ. സ്ക്രീന് കാണുന്നുണ്ടോ? കാണുന്നുണ്ട്. ഓക്കെ. ഗുഡ് ഈവനിങ് എവരിവൺ. ആദ്യം തന്നെ ഇങ്ങനെ ഒരു പരിപാടിയിൽ നിങ്ങളോട് സംവദിക്കാൻ അവസരം തന്ന സ്കില്ലിനോട് ഞാൻ നന്ദി പറയുകയാണ്. പിന്നെ നിങ്ങൾ പലരും ഈ ഒരു ടോക്കിലേക്ക് വന്നത്
നക്ഷത്രങ്ങളെ കുറിച്ചും ഗോളാന്തര ജീവനുകളെ കുറിച്ചും ഒക്കെ ഒരു ഇൻട്രോ ഒക്കെ ആയിട്ട് കണ്ടിട്ടായിരിക്കും വന്നിട്ടുണ്ടാവുക. തൽക്കാലം അങ്ങനെ വന്ന ആളുകളോട് ഞാൻ ക്ഷമ ചോദിക്കുകയാണ്. കാരണം നക്ഷത്രങ്ങളെ കുറിച്ചും അതുപോലെയുള്ള എക്സോപ്ലാനറ്റ് അല്ലെങ്കിൽ ആസ്ട്രോണമി, ആസ്ട്രോഫിസിക്സ് റിലേറ്റഡ് ആയിട്ടുള്ള ടോപ്പിക് അല്ല ഞാൻ ഇന്ന് സംസാരിക്കുന്നത്. നിങ്ങളെ ഞാൻ ഇന്ന് സ്പേസിലേക്ക് എത്തിക്കുക മാത്രമേ ചെയ്യുള്ളൂ. സ്പേസിലേക്ക് എത്തിച്ചതിന് ശേഷം സ്പേസിൽ നിന്ന് ഭൂമിയെ നമുക്കൊന്ന് നിരീക്ഷിക്കാം. ഭൂമി എങ്ങനെയാണ് ഉള്ളത്, അതേപോലെ ഭൂമി അറ്റ്മോസ്ഫിയർ എങ്ങനെ, സാറ്റലൈറ്റുകൾ ഉപയോഗിച്ചിട്ട് നമുക്ക് എങ്ങനെ ഭൂമിയെ നിരീക്ഷിക്കാം എന്നുള്ള ഒരു ടോപ്പിക്കാണ് ഞാനിന്ന് ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഇനിയും സ്പേസ് മന്തിന്റെ ഭാഗമായിട്ട് 1-2 ടോക്ക് കൂടി വരുന്നുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ ഈ പ്ലാനറ്ററി മിഷൻസും സോളാർ മിഷൻസും ആസ്ട്രോണമിക്കൽ മിഷൻസും എല്ലാം ആ ടോക്കിൽ വരുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇന്ന് റോക്കറ്റ്, എൻ്റെ ഒരു ടോക്കിന്റെ ഔട്ട്ലൈൻ എങ്ങനെയാണ്, പിന്നെ ആദ്യം സ്പേസ് എന്താണെന്ന് പറയും, അതിനുശേഷം റോക്കറ്റ് എന്താണ്, റോക്കറ്റിന്റെ ഘടനകൾ എങ്ങനെയാണ്, പിന്നെ സാറ്റലൈറ്റ് എന്താണ്, സാറ്റലൈറ്റിന്റെ ആപ്ലിക്കേഷൻസ് എന്താണ്. സാറ്റലൈറ്റിന്റെ ആപ്ലിക്കേഷൻസിൽ ഞാൻ സ്ട്രെസ് ചെയ്യുന്നത് അറ്റ്മോസ്ഫിയറിക് അല്ലെങ്കിൽ ഡൗൺ ലുക്കിൻ സാറ്റലൈറ്റുകൾ മാത്രമായിരിക്കും ഞാൻ ടോക്ക് ചെയ്യുന്നത്. അതുപോലെ തന്നെ ടോക്കിലേക്ക് പോകുന്നതിന് മുമ്പേ ഒരു കാര്യം കൂടി പറയാൻ ഉദ്ദേശിക്കുന്നുണ്ട്. കാരണം നിങ്ങൾ ഈ ഒരു സ്ലൈഡിന്റെ ഏറ്റവും ബോട്ടം ലെഫ്റ്റ് കോർണറിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ഫസ്റ്റ് എന്നുള്ളൊരു ലോഗോ. ഫസ്റ്റ് എന്ന് പറയുന്നത്, ഫസ്റ്റിനെ ഒരു മിനിറ്റ് കൊണ്ടൊന്ന് നിങ്ങളെ പരിചയപ്പെടുത്താൻ ഉദ്ദേശിക്കുകയാണ്. കാരണം ഫസ്റ്റ് എന്ന് പറയുന്നതും സ്കില്ല് പോലെ തന്നെ സയൻസ് ആൻഡ് ടെക്നോളജി ഫീൽഡിൽ ഉള്ള ഒരു കൂട്ടായ്മയാണ്. ഫസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫോറം ഫോർ ഇന്നോവേഷൻ ആൻഡ് റിസർച്ച് ഇൻ സയൻസ് ആൻഡ് ടെക്നോളജി. ഇത് സയൻസ് ആൻഡ് ടെക്നോളജിയിൽ റിസർച്ച് ആൻഡ് ഇന്നോവേഷൻസ് നടത്താൻ താല്പര്യമുള്ള, അത് സമൂഹത്തിന് ഉപകാരപ്പെടണം എന്ന് ഉദ്ദേശിക്കുന്ന ഒരു സംഘം ആളുകളുടെ കൂട്ടായ്മയാണ്. തങ്ങളുടെ അറിവും എക്സ്പീരിയൻസും സമൂഹത്തിന് ഉപകാരപ്പെടണം എന്ന് വിചാരിക്കുന്ന ആളുകളാണ് അവര് ഈ കൂട്ടായ്മ രൂപപ്പെട്ടത് 2015 നിങ്ങൾക്ക് ഈ ഒരു മാപ്പ് കണ്ടാൽ അറിയാം, നമ്മുടെ ഈ ഫസ്റ്റിന്റെ കൂട്ടായ്മയിലുള്ള മെമ്പേഴ്സ് എല്ലാം ഇന്റർനാഷണലി മികച്ച പൊസിഷനുകളിൽ ഉള്ള ആളുകളാണ്. അവര് അക്കാഡമിഷ്യൻസ് ഉണ്ട്, റിസർച്ചേഴ്സ് ഉണ്ട്, ടെക്നോക്രാറ്റ്സ് ഉണ്ട്, സ്റ്റുഡൻസ് ഉണ്ട്, പ്രൊഫഷണൽസ് ഉണ്ട്, അതേപോലെ മെഡിക്കൽ പ്രാക്ടീഷണേഴ്സ് ഉണ്ട്, ഡോക്ടേഴ്സ് ഉണ്ട്. അവരെല്ലാം ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ വർക്ക് ചെയ്യുന്ന എസ്റ്റീംഡ് ആയിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂട്ടുകളിൽ വർക്ക് ചെയ്യുന്ന ആളുകളാണ്. ഇന്ത്യൻ ബേസ്ഡ് ആയിട്ടുള്ള ആളുകളാണ് ഇതെല്ലാം. മെയിൻ ആയിട്ടുള്ള ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് സയൻസ് ആൻഡ് ടെക്നോളജിയിൽ സമൂഹത്തിന് ഉപകാരപ്പെടുന്ന വല്ലതും നമുക്ക് ചെയ്യണം എന്നുള്ള ഒരു കാഴ്ചപ്പാടിലാണ് ഈ ഒരു സംഘം രൂപീകരിച്ചത്. കാര്യമായിട്ടുള്ള ആക്ടിവിറ്റീസ് എല്ലാം നേരത്തെ ബാസിൽ പറഞ്ഞതുപോലെ തന്നെ സ്കില്ലിന്റെ അതുപോലെയും ഡിഫറെന്റ് വെബിനാർസും സെമിനാറുകളും വർക്ക്ഷോപ്പുകളും പബ്ലിക്കേഷൻസുകളും എല്ലാം ഉണ്ട്. അതേപോലെ തന്നെ മെന്ററിങ് ഉള്ള ഒരു ഒബ്ജക്റ്റീവും കൂടി ഉണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സ്റ്റുഡന്റിന് ഏത് നിലയിലും, അത് പ്രൊഫഷണലാവാം, കരിയറിലാവാം, ഏത് രീതിയിലും ഗൈഡൻസ് ലഭിക്കാൻ ആവശ്യമായിട്ടുള്ള പരിപാടികളെല്ലാം ഫസ്റ്റ്
നടത്തുന്നുണ്ട്. കൂടുതൽ ഡീറ്റെയിൽസിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് first.org.in കയറിയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. താല്പര്യമുള്ളവർക്ക് ഇതിൽ അംഗമാവാവുന്നതാണ്. ഇനി നമ്മളെ ടോപ്പിക്കിലേക്ക് വരാം. മാസത്തിൽ ഓൾറെഡി സൂചിപ്പിച്ചു കഴിഞ്ഞു വേൾഡ് സ്പേസ് വീക്ക്. ആ വേൾഡ് സ്പേസ് വീക്കിനെ സ്കില്ലെല്ലാം കൂടി ഒരു മന്ത് പ്രോഗ്രാമായിട്ട് ചാർട്ട് ചെയ്തിരിക്കുകയാണ്. അതിന് എൻ്റെ പ്രത്യേക അഭിനന്ദനങ്ങൾ ഞാൻ അറിയിക്കുകയാണ് സ്കില്ലിന് വേണ്ടിയിട്ട്. വേൾഡ് സ്പേസ് വീക്ക് നടത്തുന്നത് അല്ലെങ്കിൽ അതിൻ്റെ ബാക്കിലുള്ളത് യുണൈറ്റഡ് നേഷൻസ് ആണ്. ലോകത്തുള്ള എല്ലാ രാജ്യങ്ങളിലും ഒക്ടോബർ 4 മുതൽ 10 വരെ വേൾഡ് സ്പേസ് വീക്ക് സെലിബ്രേറ്റ് ചെയ്യാറുണ്ട്. വിവിധ പരിപാടികളിലായും വിവിധ സ്കൂളുകളിലുമെല്ലാം പരിപാടികൾ നടത്താറുണ്ട്. എന്തുകൊണ്ടാണ് ഈ ഒക്ടോബർ 4 മുതൽ 10 വരെയുള്ള ഒരു വീക്ക് എടുക്കാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ 1957 ഒക്ടോബർ 4-നായിരുന്നു സ്പുട്നിക് 1 ലോഞ്ച് ചെയ്തത്. അത് ലോക ചരിത്രത്തിന്റെ ഗതി മാറ്റിമറിച്ച ഒരു സംഭവമായിരുന്നു. പിന്നീട് അങ്ങോട്ട് സ്പേസ് റേസ് എന്ന് പറയുന്ന ഒരു യുദ്ധം അല്ലെങ്കിൽ ഒരു കോൾഡ് വാർ തന്നെ നടന്നു തുടങ്ങി. അങ്ങനെ ആ ഒരു സ്പേസ് വാർ അല്ലെങ്കിൽ കോൾഡ് വാർ മാനവരാശിക്ക് തന്നെ നാശമാവും എന്ന് കണ്ടപ്പോൾ UN ഇടപെട്ട് അത് ഔട്ടർ സ്പേസ് ട്രീറ്റി, UN-ന്റെ ഔട്ടർ സ്പേസ് ട്രീറ്റി സൈൻ ചെയ്തു. USSR-ഉം US-ഉം ബാക്കിയുള്ള ഇതുമായിട്ട് ബന്ധപ്പെട്ട രാജ്യങ്ങളും. അത് നടന്നിരുന്നത് 1967 ഒക്ടോബർ 10-നായിരുന്നു. ഇതിന്റെ ഓർമ്മക്കാണ് ഒക്ടോബർ 4 മുതൽ 10 വരെ എല്ലാ വർഷവും വേൾഡ് സ്പേസ് വീക്ക് സെലിബ്രേറ്റ് ചെയ്യുന്നത്. ഓരോ വർഷവും ഓരോരോ തീമുകളിലായിരിക്കും ഈ സെലിബ്രേഷൻ നടക്കാറുള്ളത്. കഴിഞ്ഞ വർഷം മൂൺ ദ സ്റ്റെപ്പിംഗ് സ്റ്റോൺ ടുവാർഡ് ദ സ്പേസ് എന്നായിരുന്നു. അതിന്റെ മുമ്പത്തെ വർഷം സ്പേസ് യുണൈറ്റ് ദ വേൾഡ് എന്നാണ്. അടുത്ത വർഷം വരുന്നത് വിമൻ ഇൻ സ്പേസ് ആണ്. ഈ വർഷത്തെ തീം എന്ന് പറയുന്നത് സാറ്റലൈറ്റ്സ് ഇംപ്രൂവ് ലൈഫ്. അതാണ്. ഞാനൊരു ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ നിങ്ങളോട്. ശരിക്കും നമുക്ക് സാറ്റലൈറ്റിന്റെ ആവശ്യമുണ്ടോ? സാറ്റലൈറ്റ് ഇല്ലെങ്കിൽ നമുക്ക് ജീവിക്കാൻ പറ്റുമോ ഇക്കാലത്ത്? റിയലി ഇസ് ഇറ്റ് നീഡഡ്? നിങ്ങളെ അഭിപ്രായം ഒന്ന് പറയാം. ഓക്കെ, ആക്ച്വലി നമുക്ക് സാറ്റലൈറ്റുകൾ ഇല്ലാതെ നമുക്ക് ചിന്തിക്കാനോ ജീവിക്കാനോ പറ്റാത്ത ഒരു അവസ്ഥയിലാണ് നമ്മളുള്ളത്. അത്രയും നമ്മളുടെ ടെക്നോളജി വളർന്നു കഴിഞ്ഞു. ഇന്ന് നമ്മുടെ ജീവിതത്തിൽ സാറ്റലൈറ്റുമായിട്ട് റിലേറ്റഡ് ആയിട്ട് വളരെ കുറഞ്ഞ സംഭവങ്ങളെ ഉണ്ടാവുള്ളൂ. കമ്മ്യൂണിക്കേഷൻ ആണെങ്കിലും നമ്മളെ എഡ്യൂക്കേഷൻ ആണെങ്കിലും വേറെ ഏത് രീതിയിൽ നോക്കുകയാണെങ്കിലും ഒന്നല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ സാറ്റലൈറ്റുകൾ നമ്മുടെ ജീവിതത്തിൽ വളരെയധികം സ്വാധീനിക്കുന്നുണ്ട്. യെസ്, എല്ലാവർക്കും അറിയാം അല്ലെ? ഓക്കെ, നമുക്കറിയാം സാറ്റലൈറ്റ് സാധാരണ സ്പേസിലാണ് ഉണ്ടാവാറ്. നമ്മുടെ എല്ലാം സ്പേസ് വീക്ക് ആണല്ലോ അല്ലെ? അപ്പോ ഈ സ്പേസ് എവിടെയാണ് ആക്ച്വലി? സ്പേസ് എവിടെന്നാ തുടങ്ങുന്നത്? എത്ര ദൂരം അല്ലെങ്കിൽ ഭൂമിയുടെ എത്ര മുകളിലാണ് സ്പേസ് എന്ന് പറയുന്നത്? നമുക്ക് അങ്ങനെ ഒരു ശരിക്കും ഇന്ന ഒരു അല്ലെങ്കിൽ ഒരു പെർട്ടിക്കുലർ ആൾട്ടിറ്റ്യൂഡ് മുതലാണ് സ്പേസ് തുടങ്ങുന്നത് എന്ന് കറക്റ്റ് നമുക്ക് പറയാൻ പറ്റില്ല. അപ്പൊ നിങ്ങൾക്ക് ഈ സ്ലൈഡ് നോക്കിക്കഴിഞ്ഞാൽ ഇടത് ഭാഗത്ത് നിങ്ങൾക്ക് കാണാം
ട്രോപ്പോസ്ഫിയർ, സ്ട്രാറ്റോസ്ഫിയർ, മീസോസ്ഫിയർ, തെർമോസ്ഫിയർ, എക്സോസ്ഫിയർ എന്ന് വെച്ചിട്ട്. ഇത് നമ്മുടെ അറ്റ്മോസ്ഫിയറിനെ വിവിധ ലെയറുകളായിട്ട് ക്ലാസിഫൈ ചെയ്തതാണ്, ഡിപ്പെൻഡിങ് ഓൺ ദ ടെമ്പറേച്ചർ സ്ട്രക്ചർ. എൻ്റെ റിസർച്ച് ഇൻട്രസ്റ്റ് എല്ലാം ആക്ച്വലി സർഫേസ് മുതൽ ഒരു 25 കിലോമീറ്റർ അല്ലെ 30 കിലോമീറ്റർ വരെയുള്ള റീജിയൻസ് ആണ്. നമുക്ക് കാണാം ഡിഫറെന്റ് ആയിട്ടുള്ള ലെയറുകൾ ഉണ്ട് ഡിപ്പെൻഡിങ് ഓൺ ദ ടെമ്പറേച്ചർ. ആദ്യത്തെ ലെയറിൽ വിത്ത് റെസ്പെക്ട് ആൾട്ടിറ്റ്യൂഡ് ടെമ്പറേച്ചർ കുറയും. രണ്ടാമത്തെ ലെയറിൽ സ്ട്രാറ്റോസ്ഫിയറിൽ ടെമ്പറേച്ചർ കൂടും. ദിസ് ഇസ് ബിക്കോസ് ഓഫ് ദ പ്രസൻസ് ഓഫ് ഓസോൺ ഇൻ ദാറ്റ് ലെയർ. അതാണ്. അടുത്ത ലെയറിലേക്ക് എത്തിക്കഴിഞ്ഞാൽ മീസോസ്ഫിയർ, അവിടെ വീണ്ടും ടെമ്പറേച്ചർ കുറയും. തെർമോസ്ഫിയർ എത്തുമ്പം പിന്നെയും ടെമ്പറേച്ചർ കൂടും. ഇങ്ങനെയാണ് ആ ഒരു ടെമ്പറേച്ചർ സ്ട്രക്ചർ എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ സ്പേസിലേക്ക് വന്നു കഴിഞ്ഞാൽ സ്പേസ് എവിടെ തുടങ്ങുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കൃത്യമായിട്ട് നമുക്കൊരു പെർട്ടിക്കുലർ ലെയർ ഒന്നും പറയാം, അല്ലെങ്കിൽ ഒരു ആൾട്ടിറ്റ്യൂഡ് ഇന്ന ആൾട്ടിറ്റ്യൂഡ് ഒന്നും പറയാൻ പറ്റില്ല. എന്നിരുന്നാലും നമ്മളൊരു സേക്ക് ഓഫ് കൺവീനിയൻസ് സാധാരണ ആളുകൾ എടുക്കാറുള്ളത് 100 കിലോമീറ്റർ ആണ്. 100 കിലോമീറ്ററിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഹോമോജിനിറ്റി ഓഫ് ദ അറ്റ്മോസ്ഫിയർ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ അപ് ടു 100 കിലോമീറ്റർ ആണ് ഹോമോജിനിയസ് ആയിട്ടുള്ള അറ്റ്മോസ്ഫിയർ. നമുക്ക് ആ ഒരു ലെവലിലും ഹോമോജിനിറ്റി വെച്ചിട്ടും അറ്റ്മോസ്ഫിയറിനെ ഡിവൈഡ് ചെയ്യാം. അതിനെ ലോവർ ലെയറിലെ ഹോമോജിനിയസ് അറ്റ്മോസ്ഫിയറും അപ്പർ ലെയർ ഹെറ്ററോജിനിയസ് അറ്റ്മോസ്ഫിയറും ആണ്. ആ ലെയർ ഡിവൈഡ് ചെയ്യുന്നത് അറൌണ്ട് 100 കിലോമീറ്റർ ആണ്. അതിന്റെ മുകളിലോട്ടേക്ക് ഹൈഡ്രോസ്റ്റാറ്റിക് ഇക്വേഷൻ അല്ലെങ്കിൽ ഹൈഡ്രോസ്റ്റാറ്റിക് ബാലൻസ് എന്ന് പറയുന്ന ഒരു തിയറി അപ്ലിക്കബിൾ അല്ല. ഹൈഡ്രോസ്റ്റാറ്റിക് ബാലൻസ് എന്ന് പറയുന്നത് നമ്മുടെ അറ്റ്മോസ്ഫിയറിൽ മുകളിലോട്ട് പോകുന്നതിനനുസരിച്ച് പ്രഷർ കുറയുന്നത് നമുക്കറിയാം അല്ലെ. അപ്പോ പ്രഷർ കുറയുന്ന നേരം ഒരു പ്രഷർ ഗ്രേഡിയന്റ് ഫോഴ്സ് ഉണ്ടാവും, അത് പുറത്തേക്ക് തള്ളുകയാണ് ചെയ്യുന്നത്. പക്ഷേ അതിനെ തിരിച്ചു പിടിച്ച് വലിക്കുന്നത് വേറൊരു ഫോഴ്സ് ഉണ്ട്, അതെന്ന് പറയുന്നത് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ആണ്. നമ്മുടെ അറ്റ്മോസ്ഫിയറിൽ ഈ രണ്ട് ഫോഴ്സും ബാലൻസ്ഡ് ആണ്. എത്രയാണോ മുകളിലോട്ട് വലിക്കുന്ന പ്രഷർ ഗ്രേഡിയന്റ് മുകളിലോട്ട് വലിക്കുന്നത് അത്ര തന്നെ താഴോട്ടേക്ക് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് വലിക്കുന്നുണ്ട്. പക്ഷേ ഈ ഒരു ഈ പ്രഷർ ഗ്രേഡിയന്റ് ബാലൻസ് ഈ ഹൈഡ്രോസ്റ്റാറ്റിക് ബാലൻസ് 100 കിലോമീറ്റർ എബോവ് ഉണ്ടാവില്ല. അത് ആ ഒരു ലെയറിനെ പറയുന്ന പേരാണ് കാർമൻസ് ലെയർ അല്ലെങ്കിൽ കാർമൻ ലൈൻ. ആ കാർമൻ ലൈനിന്റെ എബോവ് ആണ് നോർമലി നമ്മൾ സ്പേസ് ആയിട്ട് ട്രീറ്റ് ചെയ്യുന്നത്. അപ്പൊ നമ്മൾ സ്പേസിലേക്ക് എത്തിക്കഴിഞ്ഞാൽ വാട്ട് ആർ ദ ചലഞ്ചസ് വി ഹാവ് ടു ഫേസ്? അതാണ് ഈ സ്പേസ് ടെക്നോളജിയെ വളരെയധികം ചലഞ്ചിങ് ആക്കുന്നത്. നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അറിയാം, ഹൈലി എക്സ്ട്രീം ടെമ്പറേച്ചേഴ്സ് ആയിരിക്കും അവിടെ ഉണ്ടാവുക. ഡേ ഫേസിലാണെങ്കിൽ വളരെ ഹൈ ടെമ്പറേച്ചറും, നൈറ്റ് ഫേസ് ഓഫ് ദ ആ ഒരു പെർട്ടിക്കുലർ മേ ബി സാറ്റലൈറ്റ്, അത് നൈറ്റ് സൈഡ് എന്ന് പറയുന്നത് അത് വളരെ എക്സ്ട്രീം ലോ ടെമ്പറേച്ചറും ആയിരിക്കും. എന്ന് വെച്ച് കഴിഞ്ഞാൽ സൂര്യനെ ഫേസ് ചെയ്യുന്ന ഭാഗം എക്സ്ട്രീം ഹൈ ടെമ്പറേച്ചറും സൂര്യന്റെ ഓപ്പോസിറ്റുള്ള ഷെയ്ഡുള്ള ഭാഗം എക്സ്ട്രീം ലോ ടെമ്പറേച്ചറും ആയിരിക്കും. പിന്നെ ചാർജ്ഡ് പാർട്ടിക്കിൾസ് ഉണ്ടാവും, റേഡിയേഷൻസ് ഉണ്ടാവും. റേഡിയേഷൻസ് എന്ന് പറയുന്നത് എക്സ്റേ, ഗാമ റൈസ്, യു വി റൈസ് എല്ലാം എർത്തിന്റെ അറ്റ്മോസ്ഫിയറിലേക്ക് വരുന്നവരാണ് ഈ റേകളെല്ലാം ഫിൽട്ടർ ചെയ്തു പോകുന്നത്. അതേപോലെ ഹൈലി വാക്വം ആയിരിക്കും. വാക്വം ഇൻ ദ സെൻസ്, ഫോർ എക്സാമ്പിൾ, അല്ലെങ്കിൽ എർത്തിന്റെ സർഫേസിലുള്ള പ്രഷർ എന്ന് പറയുന്നത് അറൌണ്ട് 100 HPa ആണ്. 1000 HPa, 100 കിലോ പാസ്കൽ അല്ലെങ്കിൽ 1000 ഹെക്ടാ പാസ്കൽ. അത് 100 കിലോമീറ്ററിലേക്ക് എത്തുമ്പോഴേക്ക് 0.001 ഹെക്ടാ പാസ്കൽ ആവും. എന്ന് വെച്ച് കഴിഞ്ഞാൽ 10⁶ ഓർഡർ ഡിഫറൻസ് ഉണ്ടാവും. അത്രയും ഹൈലി വാക്വമായിരിക്കും 100 കിലോമീറ്റർ എത്തുമ്പോഴേക്ക് തന്നെ. പിന്നെയും മുകളിലോട്ടേക്ക് പോയി കഴിഞ്ഞാൽ പിന്നെയും അറ്റ്മോസ്ഫിയർ ഉണ്ട് എന്ന് പറയുന്ന ആളുകളുണ്ട്. എന്തുകൊണ്ട് അറിയുന്ന ആളുകളല്ല, അങ്ങനെയാണത്. ചില ആളുകളുടെ അറ്റ്മോസ്ഫിയർ ഞങ്ങളെ ലാബിലൊക്കെ പലരും പറയായിരുന്നു, ചില ആളുകൾക്ക് അറ്റ്മോസ്ഫിയർ
10 കിലോമീറ്ററിൽ തീരും. ചില ആളുകൾക്ക് അറ്റ്മോസ്ഫിയർ തുടങ്ങുക തന്നെ 100 കിലോമീറ്ററിലാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ 100 കിലോമീറ്ററിലാണ് അയണോസ്ഫിയർ എന്ന് പറയുന്ന ഒരു ലെയർ ഉള്ളത്. ഈ തെർമോസ്ഫിയറിൽ തന്നെ അയണോസ്ഫിയർ എന്ന് പറയുന്നത് ഇറ്റ്സ് എ ലെയർ ഓഫ് ചാർജ്ഡ് പാർട്ടിക്കിൾസ്. ഓക്കെ, ഇപ്പോ നമ്മൾ എങ്ങനെയാണ് സ്പേസിലേക്ക് പോവാന്ന് വെച്ച് കഴിഞ്ഞാൽ നോർമലി ബൈ യൂസിങ് എ റോക്കറ്റ്. റോക്കറ്റ് എങ്ങനെ പ്രവർത്തിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ സിംപ്ലി പറയുകയാണെങ്കിൽ ന്യൂട്ടൺസ് തേർഡ് ലോ ഓഫ് മോഷൻ ആണ്. പക്ഷെ റോക്കറ്റ് സയൻസ് ഈ പറയുന്ന പോലെ സിമ്പിൾ അല്ല. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ പലപ്പോഴും വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ട് ടെക്നോളജിയോ അല്ലെങ്കിൽ സയൻസോ പറയുമ്പോൾ ഇറ്റ്സ് എ റോക്കറ്റ് സയൻസ് പറയുന്നത് തന്നെ. ബേസിക് പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് ഇത്ര മാത്രമേ ഉള്ളൂ, ന്യൂട്ടൺസ് തേർഡ് ലോ ഓഫ് മോഷൻ ആണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു ബലൂൺ കാറ്റ് വീർപ്പിച്ച് അത് വെറുതെ വിട്ടു കഴിഞ്ഞാൽ അത് എയർ പുറത്തേക്ക് തള്ളുകയും അതിന്റെ ഒരു റിയാക്ഷൻ ആയിട്ട് ബലൂൺ പുറത്തേക്ക് പോവുകയും ചെയ്യും, ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ മൂവ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇതാണ് എക്സാക്ട്ലി റോക്കറ്റിൽ നടക്കുന്നത്. നമ്മളെ റോക്കറ്റിന്റെ ഒരു ഹിസ്റ്ററി നോക്കുകയാണെങ്കിൽ ചൈനീസ് വെടിമരുന്ന് കണ്ടുപിടിക്കുന്നത് മുതലാണ് റോക്കറ്റിന്റെ സ്റ്റാർട്ടിംഗ് എന്ന് പറയുന്നത്. അതെന്ന് പറയുന്നത് 13ാം സെഞ്ചുറി മുതലാണ്. അവരാണ് ആദ്യമായിട്ട് റോക്കറ്റ് ഒരു ആമായിട്ട് അല്ലെങ്കിൽ ഒരു ആയുധമായിട്ട് ഉപയോഗിക്കാൻ തുടങ്ങിയത് യുദ്ധത്തില്. അവര് മംഗോളിയയില് ആയിട്ടുള്ള യുദ്ധത്തില് ഈ ഒരു റോക്കറ്റ് ടെക്നോളജി ഉപയോഗിക്കുകയും ആ മംഗോളിയൻസ് ഈ ഒരു ടെക്നോളജി കണ്ടുപിടിക്കുകയും അവരത് അഡാപ്റ്റ് ചെയ്യുകയും അവരത് യൂറോപ്പുകളിൽ മൊത്തമായിട്ട് ഇത് യൂസ് ചെയ്യുകയും ചെയ്തു. നമുക്കറിയാം ഇന്ത്യയിലും ഉണ്ടായിരുന്നു ഇതേപോലെ റോക്കറ്റ് ടെക്നോളജി യൂസ് ചെയ്യുന്ന ആള്, ടിപ്പു സുൽത്താനും ഹൈദർ അലിയും. അവര് 18th സെഞ്ചുറിയിലായിരുന്നു ഉണ്ടായിരുന്നത്. 20th സെഞ്ചുറി വരെ എല്ലാ ആളുകളും ഈ ഇത് ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നത് ഒരു ആയുധം എന്നുള്ള നിലക്കായിരുന്നു. അല്ലാതെ വേറൊന്നും അവര് ഇതിനെക്കുറിച്ച് ചിന്തിച്ചിട്ട് പോലും ഇല്ലായിരുന്നു. 20ാം നൂറ്റാണ്ടിന്റെ ആദ്യ ഭാഗത്ത് റഷ്യയിലുള്ള തിയോസ്കോവിസ്കി എന്ന് പറയുന്ന ആള്, ഈ ഇതിന്റെ ബോട്ടം ലെഫ്റ്റിലുള്ള ആള്, അദ്ദേഹം ഈ റോക്കറ്റിനെ സയന്റിഫിക്കലി അപ്രോച്ച് ചെയ്യുകയും കോപ്പർനിക്കസ്, കെപ്ലർ, ഗലീലിയോ, ന്യൂട്ടൺ എന്നിവർ ഉണ്ടാക്കി വെച്ച സയന്റിഫിക് ബേസിൽ നിന്ന് ഒരു റോക്കറ്റ് ഇക്വേഷൻ രൂപീകരിക്കുകയും ചെയ്തു. ഇദ്ദേഹമാണ് മോഡേൺ എയറോനോട്ടിക്സിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത്. ഇത് പിന്നീട് പല ആളുകളും ഈ ഇക്വേഷൻ ഉപയോഗിക്കുകയും റോക്കറ്റ് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുകയും ചെയ്തു. അങ്ങനെ റോക്കറ്റ് ആദ്യമായിട്ട് ഡെവലപ്പ് ചെയ്തത് ഹിറ്റ്ലറുടെ നാസി ജർമ്മനിയാണ്. V2 റോക്കറ്റ്. അതും ആക്ച്വലി യുദ്ധത്തിന് വേണ്ടിയിട്ടായിരുന്നു അവർ ഡിസൈൻ ചെയ്തിരുന്നത്. 2ാം ലോക മഹായുദ്ധത്തിൽ ജർമ്മനി തോറ്റതോടുകൂടി ഈ റോക്കറ്റിലെ എക്സ്പെർട്ടൈസ് ചെയ്ത ആളുകളെ മുഴുവനും ഒന്നുകിൽ അമേരിക്ക അല്ലെങ്കിൽ USSR പിടിച്ചോണ്ടുപോയി. ആക്ച്വലി ലിറ്ററലി പിടിച്ചോണ്ട് പോയതാണ്. എന്നിട്ട് അവരെ അവിടെ റോക്കറ്റ് ലോഞ്ച് അല്ലെങ്കിൽ റോക്കറ്റ് ഡെവലപ്മെന്റിന് വേണ്ടിയിട്ട് അവരെ നിയോഗിക്കുകയും ചെയ്തു. അതിൽ V2 റോക്കറ്റ് ഡിസൈൻ ചെയ്ത് ഡെവലപ്പ് ചെയ്ത് അത് ഇംപ്ലിമെന്റ് ചെയ്ത ആളാണ് വാറൻ ഫോൺ ബ്രൗൺ എന്ന് പറയുന്ന ആള്, ഈ റൈറ്റ് സൈഡിലുള്ള ആൾ. ഇദ്ദേഹം പിന്നീട് US-ലെത്തി US-ന്റെ റോക്കറ്റ് മാൻ ആവുകയും ചെയ്തു. അതേപോലെ തന്നെ USSR-ന്റെ ഏറ്റവും പ്രമുഖനായ റോക്കറ്റ് ഡെവലപ്പറാണ് കൊറോലേവ് എന്ന് പറയുന്ന ആള്. അദ്ദേഹത്തിന് ആക്ച്വലി കുറെ കാലത്തേക്ക് ഈ അടുത്ത കാലത്താണ് ഇദ്ദേഹത്തിന്റെ ശരിക്കുള്ള പേര് മനസ്സിലായത്.
ആ കാലങ്ങളിൽ കോഡ് നെയിമുകളായിരുന്നു. അദ്ദേഹത്തിനെ വിളിച്ചിരുന്നത് ചീഫ് ഡിസൈനറായ എന്നുള്ള പേരിലായിരുന്നു അദ്ദേഹം അറിയപ്പെട്ടിരുന്നത്. ശരിക്കുള്ള പേര് ഈ അടുത്ത കാലത്താണ് അറിയാൻ സാധിക്കുന്നത്. അപ്പൊ ഇദ്ദേഹമാണ് റഷ്യയുടെ അല്ലെങ്കിൽ USSRന്റെ ഭാഗത്തു നിന്ന് റോക്കറ്റും അതേപോലെ സ്പേസ് പ്രോഗ്രാമുകളും ഡിസൈൻ ചെയ്യുന്നതും എക്സിക്യൂട്ട് ചെയ്യുന്നതും. USA ഭാഗത്തു നിന്ന് വാറൻ ബ്രൗൺ അതേപോലെ ഗൊഡാർഡ് പോലുള്ള ആളുകളായിരുന്നു. ഈ നമുക്കറിയാം, രണ്ടാം ലോക മഹായുദ്ധം കഴിഞ്ഞതോടുകൂടി USSRും US-ഉം തമ്മിൽ കോൾഡ് വാർ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. 1955 അവര് രണ്ടുപേരും സ്പേസ് പ്രോഗ്രാമുകൾ അനൗൺസ് ചെയ്തു. അതിനുശേഷം ഓക്കെ, ഈ സ്ലൈഡ് ജസ്റ്റ് റോക്കറ്റും എയറോപ്ലെയിനും തമ്മിലുള്ള ജസ്റ്റ് ഒരു കമ്പാരിസൺ മാത്രമാണ്. നമുക്ക് കാണാൻ പറ്റും, സ്പീഡ് ഓഫ് ദ റോക്കറ്റ് is it's 30 to 40 times faster than the aircraft. അത്ര തന്നെ. അപ്പോ അത് വെച്ച് കണ്ട് നമുക്കൊരു ഒരു കമ്പാരിസൺ നോക്കിക്കഴിഞ്ഞാൽ, കന്യാകുമാരി മുതൽ കാശ്മീർ വരെ എത്താൻ റോക്കറ്റിന് ലെസ് ദാൻ 5 minutes മതി. അത്രയും ഫാസ്റ്റ് ആണ്. വേറൊരു ഡിഫറൻസ് എന്ന് പറയുന്നത്, എയർക്രാഫ്റ്റിന് അറ്റ്മോസ്ഫിയറിൽ കൂടെ ഫ്ലൈ ചെയ്യുന്നതുകൊണ്ട് ഫ്യൂവലിന് കൂടെ ഓക്സിഡൈസർ വേണ്ട, ഓക്സിജൻ അറ്റ്മോസ്ഫിയറിൽ നിന്ന് എടുക്കും. പക്ഷെ റോക്കറ്റ് സ്പേസിലേക്ക് പോകുന്നതായതുകൊണ്ട് തന്നെ അതിന്റെ കൂടെ നമ്മൾ ഓക്സിഡൈസർ കൂടി കരുതേണ്ടി വരും. അതുകൊണ്ടാണ് റോക്കറ്റ് ടെക്നോളജി ഇത്രയും കോംപ്ലിക്കേറ്റഡ് ആവാനും കാരണം. അപ്പൊ നമ്മൾ സ്പേസ് ഇറയിലേക്ക് തിരിച്ചു വരാം. സ്പേസ് 1955 സ്പേസ് പ്രോഗ്രാമുകൾ രണ്ട് ആളുകളും അനൗൺസ് ചെയ്യുകയും 1957 സ്പുട്നിക്കിന്റെ ലോഞ്ചോടുകൂടി സ്പേസ് വാർ, ലിറ്ററലി സ്പേസ് വാർ ആരംഭിക്കുകയും ചെയ്തു. 1957 ഒക്ടോബർ 4 ഇത് ചെറിയ 2 ട്രാൻസ്പോണ്ടർ വെച്ചിട്ടുള്ള ജസ്റ്റ് ഒരു ടെക്നോളജി ഡെമോൺസ്ട്രേഷൻ കൈൻഡ് ഓഫ് മിഷൻ മാത്രമായിരുന്നു. അതിനുശേഷം US-ഉം USSRും കൂടി ഒരുപാട് മിഷൻസ്, ശരിക്കും ഒരു സ്പേസ് വാർ തന്നെയായിരുന്നു അത്. സ്പുട്നിക് ലോഞ്ച് ചെയ്തതിന്റെ 6 മാസത്തിനുള്ളിൽ തന്നെ USSR ലൈക്ക എന്ന നായയെ കൂടി സ്പേസിലേക്ക് അയക്കുകയും പിന്നീട് ഒരുപാട് മാൻഡ് മിഷൻസും അതേപോലെയുള്ള ഒരുപാട് മിഷൻസും US-ഉം USSRും കൂടി നടത്തുകയും ചെയ്തു. നിങ്ങൾക്ക് ഈ ഒരു സ്ലൈഡിൽ നിന്ന് നോക്കിയാൽ കാണാൻ പറ്റും. ലൈക്ക എന്ന നായ, ഫസ്റ്റ് മാൻ ഇൻ ദ സ്പേസ് യൂറി ഗഗാറിൻ, അതേപോലെ ഫസ്റ്റ് വുമൺ ഇൻ ദ സ്പേസ്, അതിനുശേഷം ഫസ്റ്റ് മാൻ ഇൻ ദ മൂൺ, അതേപോലെ തന്നെ അതിനുശേഷമാണ് സ്പേസ് സ്റ്റേഷനുകൾ തുടങ്ങിയത്. ആദ്യത്തെ സ്പേസ് സ്റ്റേഷൻ ഏതാണെന്ന് നിങ്ങൾക്ക് അറിയാവോ? ആദ്യമായിട്ട് ലോഞ്ച് ചെയ്ത സ്പേസ് സ്റ്റേഷൻ US ആണ് ആദ്യമായിട്ട് സ്പേസ് സ്റ്റേഷൻ ലോഞ്ച് ചെയ്തത്. ഓക്കെ, സ്കൈലാബ് അല്ല, ആക്ച്വലി ഞാൻ പറഞ്ഞതിൽ ചെറിയൊരു പെശക് പറ്റിയുണ്ട്. US അല്ല, USSR ആണ് ആദ്യമായിട്ട് സ്പേസ് സ്റ്റേഷൻ ലോഞ്ച് ചെയ്തത്. അത് സല്യൂട്ട് സെക്കൻഡ് ഓപ്ഷൻ ആണ് 1971. അതിനുശേഷമാണ് സ്കൈലാബും അതിനുശേഷം മിററും അതിനുശേഷം ISS-ഉം വന്നത്. ഇപ്പൊ ISS മാത്രമേ ഉള്ളൂ. പിന്നെ ചൈനീസ് ഒരു സ്പേസ് സ്റ്റേഷൻ കൂടി ഉണ്ടാക്കിയിരുന്നു, ലോഞ്ച് ചെയ്തിരുന്നു. പക്ഷെ അത് 2019 കൂടി അതിന്റെ മിഷൻ അവസാനിപ്പിക്കേണ്ടി വന്നു. ഇതുപോലുള്ള ഒരുപാട് സ്പേസ് ലാൻഡ്മാർക്സുകൾ ഉണ്ടായിരുന്നു. സ്പേസ് ഷട്ടിലുകളുടെ ഡെവലപ്മെന്റ്, അതേപോലെ സ്പേസ് സ്റ്റേഷന്റെ ഡെവലപ്മെന്റ്, ഇതെല്ലാം ഈ ഒരു സമയത്താണ് നടന്നത്.
1958 മുതൽ അല്ലെങ്കിൽ 57 മുതൽ 1970 വരെ ഒരുപാട് ഭയങ്കര ഡ്രാസ്റ്റിക് ആയിട്ടുള്ള ഡെവലപ്മെന്റുകൾ ഉണ്ടായിട്ടുണ്ട്. ഈ ഒരു സമയത്ത് ഇന്ത്യക്ക് ഒരുപക്ഷെ സ്പേസിനെ കുറിച്ച് പോലും ചിന്തിക്കാൻ കഴിയാത്ത രീതിയിലുള്ള ഒരു സിറ്റുവേഷൻ ആയിരുന്നു. എന്ന് വെച്ച് കഴിഞ്ഞാൽ പോവർട്ടിയും അതേപോലുള്ള കാര്യങ്ങളുമായിട്ട് ഇന്ത്യ വളരെയധികം സാമ്പത്തികമായിട്ടും അല്ലാതെയും പിന്നോക്കാവസ്ഥയിൽ ഉണ്ടായിരുന്ന സമയമാണ്. സ്വാതന്ത്ര്യം ലഭിച്ചിട്ട് കുറഞ്ഞ വർഷം കൂടി ആകുന്നേ ഉള്ളൂ. 1957 സ്പുട്നിക് ലോഞ്ച് ചെയ്യുന്നൊക്കെ സമയത്ത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഇതിനെ കുറിച്ച് ചിന്തിക്കാൻ പോലും ആവില്ലായിരുന്നു. പക്ഷേ ഒരു വ്യക്തി ഉണ്ടായിരുന്നു. അദ്ദേഹം വളരെ വിഷണറിയാണ്, സയന്റിസ്റ്റ് ആണ്, ബിസിനസ്മാൻ ആണ്, വിഷണറിയാണ്, ഫിലോസഫർ ആണ്, എല്ലാം. അദ്ദേഹത്തിന്റെ പേരാണ് വിക്രം സാരാഭായ്. അദ്ദേഹം വളരെയധികം ചിന്തിക്കുകയും ഈ ഒരു സ്പേസ് അല്ലെങ്കിൽ സ്പേസ് ടെക്നോളജി മനുഷ്യരാശിക്ക് ഉപകാരപ്രദമാവുന്ന രീതിയിൽ ഉപയോഗിക്കാൻ പറ്റുമെന്ന് തിരിച്ചറിയുകയും അദ്ദേഹത്തിന്റെ കുടുംബ ട്രസ്റ്റിന്റെ കീഴിലുണ്ടായിരുന്ന PRL, നിങ്ങൾക്കറിയാം, ഫിസിക്കൽ റിസർച്ച് ലബോറട്ടറി അഹമ്മദാബാദിലുള്ള, അതിന്റെ ഒരു അനക്സ് ആയിട്ട് ഞാൻ നേരത്തെ സൂചിപ്പിച്ച അയണോസ്ഫിയറിന്റെ പഠനത്തിന് വേണ്ടിയിട്ട് തിരുവനന്തപുരത്തുള്ള തുമ്പയിൽ ഒരു ഓഫീസ് തുടങ്ങിയാണ്. ശരിക്കും ഒരു ലാബാണ് തുടങ്ങിയത് ആദ്യമായിട്ട് 1962. എന്തുകൊണ്ടാണ് തുമ്പ തെരഞ്ഞെടുക്കാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്കറിയാം ഭൂമി എന്ന് പറയുന്നത് ഒരു മാഗ്നറ്റ് ആണ്. മാഗ്നറ്റ് ആയിട്ടും ആക്ട് ചെയ്യുന്നുണ്ട്. അതിന് നോർത്ത് പോൾ ഉണ്ട്, സൗത്ത് പോൾ ഉണ്ട്, എല്ലാം. അതിന് ഒരു ഇക്വേറ്റർ ഉണ്ട്, മാഗ്നറ്റിക് ഇക്വേറ്റർ ഉണ്ട്. അതേപോലെ ജിയോഗ്രഫിക് ഇക്വേറ്ററും ഉണ്ട്. മാഗ്നറ്റിക് ഇക്വേറ്റർ വേറെയാണ്, ജിയോഗ്രഫിക് ഇക്വേറ്റർ വേറെയാണ്. മാഗ്നറ്റിക് ഇക്വേറ്റർ തുമ്പയുടെ മുകളിലൂടെയാണ് കടന്നു പോകുന്നത്. അതുകൊണ്ട് തന്നെ അയണോസ്ഫിയറിന്റെ സ്റ്റഡിക്ക് ഏറ്റവും ആപ്റ്റ് ആയിട്ടുള്ള സ്ഥലമാണ് തുമ്പ എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് വിക്രം സാരാഭായ് തുമ്പയിലേക്ക് വരുന്നതും അവിടെ റോക്കറ്റ് ലോഞ്ചിങ് സ്റ്റേഷൻ സ്ഥാപിക്കുന്നതും. ആദ്യത്തെ റോക്കറ്റ് ലോഞ്ചിങ് സ്റ്റേഷൻ എന്ന് പറയുന്നത് നിങ്ങൾ ഈ ചിത്രത്തിൽ കാണുന്നതുള്ള ഒരു ക്രിസ്ത്യൻ പള്ളിയാണ്, മേരി മഗ്ദലേന ചർച്ച്. 1962 അതായിരുന്നു ആ കാലത്ത് അവരുടെ ഓഫീസും ലബോറട്ടറിയും എല്ലാം. ഇന്ന് നമുക്ക് വിക്രം സാരാഭായ് സ്പേസ് സെന്ററിൽ പോയി കഴിഞ്ഞാൽ അത് മ്യൂസിയം ആയിട്ട് കാണാൻ പറ്റും. അത് അതേപോലെ നിലനിർത്തിയിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാൻ പറ്റും 1963 ഇന്ത്യ ആദ്യമായിട്ട് ഒരു റോക്കറ്റ് വിക്ഷേപിക്കുന്നത്. അത് നൈക്ക് അപ്പാഷെ എന്ന് പറയുന്ന റോക്കറ്റാണ്. അത് ആക്ച്വലി US മെയ്ഡാണ്, US നിന്ന് ഇമ്പോർട്ട് ചെയ്ത സാധനമാണ്. അതിനുശേഷം നമ്മൾ സ്വന്തമായിട്ട് റോക്കറ്റ് ഡെവലപ്പ് ചെയ്യും. രോഹിണി 75 എന്ന് പറയുന്ന റോക്കറ്റ് 1967 ലോഞ്ച് ചെയ്യുകയും ചെയ്തു. നിങ്ങൾക്ക് ഈ ഫോട്ടോകളെല്ലാം നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും ഇന്ത്യയുടെ സ്പേസ് പ്രോഗ്രാം എല്ലാം സ്റ്റാർട്ട് ചെയ്തത് സൈക്കിളിൽ നിന്നും കാളവണ്ടിയിലൊക്കെ ആയിരുന്നു. ആ സ്റ്റാർട്ട് ചെയ്ത സമയം അത്രയും വളരെ ഹംബിൾ ആയിട്ടുള്ള ഒരു സ്റ്റാർട്ടിങ്ങിൽ നിന്ന് തുടങ്ങി നമ്മൾ ഇന്ന് ലോകത്തിന്റെ നെറുകിലെത്തിയിരിക്കുകയാണ്. ഈ മൂന്നാമത്തെ ഫോട്ടോയിലുള്ള ഈ ഇരിക്കുന്ന ആളാണ് അബ്ദുൽ കലാം സാർ. ആദ്യമായിട്ട് റോക്കറ്റ് ലോഞ്ച് ചെയ്തത് ഞാൻ പറഞ്ഞു അത് നൈക്ക് അപ്പാഷെ എന്ന് പറയുന്ന റോക്കറ്റാണ്. ആ റോക്കറ്റ് ശരിക്കും അതിന്റെ പേര് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൗണ്ടിങ് റോക്കറ്റ് എന്നാണ്. ആക്ച്വലി നമ്മൾ ഇന്ന് കാണുന്ന അല്ലെങ്കിൽ വലിയ റോക്കറ്റ് അല്ല. സൗണ്ടിങ് റോക്കറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറ്റ്മോസ്ഫിയറിന്റെ സ്റ്റഡീസിന് വേണ്ടി ഉപയോഗിക്കുന്ന റോക്കറ്റുകളാണ്. അത് ഇന്നും നമ്മൾ ഉപയോഗിക്കാറുണ്ട്. ഇന്ത്യ അല്ലെങ്കിൽ VSSC ഒരുപാട് ഇതേപോലുള്ള റോക്കറ്റുകൾ, സൗണ്ടിങ് റോക്കറ്റുകൾ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. ഇത്രയും 6 കിലോമീറ്റർ മുതൽ
600 കിലോമീറ്റർ വരെ എത്തുന്ന പല തരത്തിലുള്ള റോക്കറ്റുകൾ സൗണ്ടിങ് റോക്കറ്റ് സീരീസിൽ VSS ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. അതിൽ ഇപ്പോഴും റോക്കറ്റ് ലോഞ്ച് ചെയ്യുന്നത് RH-200 എന്ന് പറയുന്ന ഈ ഒരു റോക്കറ്റാണ്. എല്ലാ മാസവും തുമ്പയിൽ വെച്ച് എല്ലാ മാസവും 3-ാമത്തെ ബുധനാഴ്ച റോക്കറ്റ് ലോഞ്ച് ചെയ്യാറുണ്ട്. അത് പബ്ലിക്കിനും കാണാൻ പറ്റുന്നതാണ്. ആ ദിവസം വന്നു കഴിഞ്ഞാൽ പബ്ലിക്കിനും കാണാൻ പറ്റും. പക്ഷെ ഈ സൗണ്ടിങ് റോക്കറ്റ് ഇത് ഉപയോഗിച്ചിട്ട് നമുക്ക് സാറ്റലൈറ്റ് ലോഞ്ച് ചെയ്യാൻ പറ്റില്ല. അതിന് നമ്മൾ വേറെ സാറ്റലൈറ്റ് തന്നെ ഡെവലപ്പ് ചെയ്യേണ്ടതുണ്ട്. അത് അവർ അതിന്റെ ആവശ്യകത മനസ്സിലാക്കുകയും പല തരത്തിലുള്ള പല കപ്പാസിറ്റിയുള്ള റോക്കറ്റുകൾ ഡെവലപ്പ് ചെയ്യുകയും ചെയ്തു. ആദ്യം SLV ആയിരുന്നു, രണ്ടാമത് ASLV ആയി. SLV എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാറ്റലൈറ്റ് ലോഞ്ച് വെഹിക്കിൾ. രണ്ടാമത് ASLV ആണ്, അത് ഓഗ്മെന്റഡ് സാറ്റലൈറ്റ് ലോഞ്ച് വെഹിക്കിൾ. പിന്നീട് പോളാർ സാറ്റലൈറ്റ് ലോഞ്ച് വെഹിക്കിൾ ഡെവലപ്പ് ചെയ്തു. അതാണ് ഇപ്പോഴും നമ്മൾ ചെറിയ ചെറിയ റോക്കറ്റുകൾ അല്ലെങ്കിൽ സാറ്റലൈറ്റുകളെല്ലാം സ്പേസിൽ എത്തിക്കാൻ ഉപയോഗിക്കുന്ന റോക്കറ്റ്. കുറച്ചുകൂടിയും ഭാരമുള്ള സാറ്റലൈറ്റുകൾ ലോഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ജിയോ സ്റ്റേഷനറി സാറ്റലൈറ്റ് ലോഞ്ച് വെഹിക്കിൾസ് ഡെവലപ്പ് ചെയ്തു. അതേപോലെ അത് Mark 2 ഉണ്ട്, Mark 3 ഉണ്ട്. ഇത് രണ്ടും വിവിധ തരത്തിലുള്ള ഭാരം കൂടിയ സാറ്റലൈറ്റുകൾ ലോഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണ്. നമ്മളെ ഇപ്പോഴത്തെ കപ്പാസിറ്റി എന്ന് പറയുന്നത് സാറ്റലൈറ്റ് GSLV Mark 3 ഉപയോഗിച്ചിട്ട് 4000 കിലോ ഉള്ള ഒരു സാറ്റലൈറ്റ് നമുക്ക് ജിയോ സ്റ്റേഷനറി ട്രാൻസ്ഫർ ഓർബിറ്റിലേക്ക് എത്തിക്കാൻ പറ്റും. നമുക്ക് ഒരു ഗ്ലോബൽ സെനാരിയോ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ആക്ച്വലി ഇത് ചെറിയൊരു ഭാരമാണ്. അമേരിക്കയുടെ SpaceX നിങ്ങൾ കേട്ടുകാണുമായിരിക്കും. ആ SpaceXന്റെ ഫാൽക്കൺ റോക്കറ്റുകളെല്ലാം 30,000 കിലോ വരെ ജിയോ ട്രാൻസ്ഫർ ഓർബിറ്റിലേക്ക് ഇഞ്ചക്ട് ചെയ്യാൻ പറ്റുന്ന റോക്കറ്റാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വേണമെങ്കിൽ ഒരു ബസ് വരെ ജിയോ സ്റ്റേഷനറി ഓർബിറ്റിലേക്ക് കൊണ്ടുപോകാൻ പറ്റും. ഞാൻ പറഞ്ഞു നേരത്തെ റോക്കറ്റിന് നമ്മൾ ഫ്യൂവലിൽ കൂടാതെ ഓക്സിഡൈസർ വേണം. ആക്ച്വലി 3 തരത്തിലുള്ള ഇന്ധനങ്ങളാണ് റോക്കറ്റിൽ ഉപയോഗിക്കാറുള്ളത്. ഒന്ന് സോളിഡ്, രണ്ടാമത്തത് ലിക്വിഡ്, മൂന്നാമത്തത് ക്രയോജനിക് ഫ്യൂവൽ. സോളിഡില് ആക്ച്വലി അലൂമിനിയം പെർക്ലോറേറ്റിന്റെയും മിശ്രിതമാണ് സോളിഡ് ഫ്യൂവലായിട്ട് ഉപയോഗിക്കുന്നത്. ലിക്വിഡ് ഫ്യൂവലിലെ ഒരു ടാങ്കും ഉണ്ടാവും. ഫ്യൂവലിന്റെ ഒരു ടാങ്ക് ഉണ്ടാവും, ഓക്സിഡൈസറിന്റെ വേറൊരു ടാങ്ക് ഉണ്ടാവും. അത് രണ്ടുകൂടി മിക്സ് ചെയ്തിട്ട് ആണ് ഈ ലിക്വിഡ് എൻജിൻ പ്രവർത്തിപ്പിക്കുന്നത്. ക്രയോ എൻജിൻ എന്ന് പറയുന്നത് ക്രയോജനിക് ഫ്യൂവലുകൾ ഉപയോഗിക്കുന്നതാണ്. ആ ക്രയോജനിക് ഫ്യൂവൽ എന്ന് പറയുന്നത് ലിക്വിഡ് ഹൈഡ്രജനും ലിക്വിഡ് ഓക്സിജനുമാണ്. നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ പറ്റും ഇതിന്റെ ഒരു ക്രയോജനിക് എൻജിനാണ് ഈ കാണുന്നത്. ക്രയോജനിക് എൻജിൻ ഒരുപാട് പൈപ്പുകളും വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ളതാണ്. വളരെ ചലഞ്ചിങ് ആയിട്ടുള്ള ഭയങ്കര ഒരുപാട് ടെക്നോളജി ഇൻവോൾവ് ആയിട്ടുള്ള ഒരു എൻജിനാണിത്. ഇന്ത്യക്ക് ഈ അടുത്ത കാലത്താണ് ഇങ്ങനെയുള്ള ഒരു എൻജിൻ ഡെവലപ്പ് ചെയ്യാൻ പറ്റിയത്. കഴിഞ്ഞ വർഷമാണ് സക്സസ്ഫുൾ ആയിട്ട് നമുക്ക് ഈ എൻജിൻ ഉപയോഗിച്ചിട്ട് ലോഞ്ച് ചെയ്യാൻ പറ്റുന്നത്. അതിന്റെ ഈ ലിക്വിഡ് ഹൈഡ്രജന്റെയും ഓക്സിജന്റെയും ആ ഒരു ടെമ്പറേച്ചർ നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. -253 ഡിഗ്രി സെൽഷ്യസും -183 ഡിഗ്രി സെൽഷ്യസിലേക്കും ഈ ഒരു ഇന്ധനത്തിനെ അല്ലെങ്കിൽ ഫ്യൂവലിനെ നമ്മൾ തണുപ്പിക്കണം. അതിനുള്ള ടെക്നോളജിയാണ് ഏറ്റവും ചലഞ്ചിങ് ആയിട്ടുള്ളത്.
ഒരു റോക്കറ്റിനെ സംബന്ധിച്ചിടത്തോളം പല പല ഭാഗങ്ങൾ ഉണ്ടാവും. ആ ഭാഗങ്ങളിൽ ഏറ്റവും താഴെ ഉണ്ടാവുന്നത് മെയിൻ എഞ്ചിനും അതിന്റെ ചുറ്റുമായിട്ട് ഒരു 4 കാണും. ഇത് എന്ന് പറയുന്നത് GSLVയുടെ മോഡലാണിത്. ഈ 4 ഈ ചെറിയ 4 നമ്മൾ ബൂസ്റ്റർ എന്നാണ് പറയാ, ബൂസ്റ്റർ റോക്കറ്റുകൾ. ഈ താഴത്തുള്ള എല്ലാ റോക്കറ്റിന്റെ പാർട്ടും ഇതിന്റെ നടുവിലുള്ളത് ഇത് ഉപയോഗിക്കുന്നത് സോളിഡ് ഫ്യൂവൽ ആണ്. ഈ സൈഡിലുള്ള ബൂസ്റ്റർ റോക്കറ്റുകൾ ഉപയോഗിക്കുന്നത് ലിക്വിഡ് ഫ്യൂവൽ ആണ്. സെക്കൻഡ് സ്റ്റേജിലും ലിക്വിഡ് ഫ്യൂവൽ ആണ് ഉപയോഗിക്കുന്നത്. തേർഡ് സ്റ്റേജിൽ ക്രയോജനിക് ഫ്യൂവൽ ആണ്, ക്രയോജനിക് എഞ്ചിൻ ആണുള്ളത്. ഏറ്റവും മേലെയാണ് സാറ്റലൈറ്റ് ഉണ്ടാവുക, സാറ്റലൈറ്റ് ബേസ്. ഇത് എന്ന് പറയുന്നത് ഹീറ്റ് ഷീൽഡ് ആണ്. ഈ ഹീറ്റ് ഷീൽഡ് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അറ്റ്മോസ്ഫിയറിൽ നമുക്കറിയാം അറ്റ്മോസ്ഫിയറിക് എയറിന്റെ ഡെൻസിറ്റി ഏറ്റവും കൂടുതലുള്ളത് സർഫേസ് മുതൽ ഓൾമോസ്റ്റ് 20 കിലോമീറ്റർ വരെയൊക്കെയാണ് ഏറ്റവും കൂടുതൽ ഡെൻസിറ്റി ഉള്ളത്. അപ്പോൾ വളരെ വേഗത്തിൽ അറ്റ്മോസ്ഫിയറിൽ കൂടെ ഈ റോക്കറ്റ് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഒബ്ജക്റ്റ് പോവുകയാണെങ്കിൽ ഫ്രിക്ഷൻ കൊണ്ട് അത് ഹീറ്റ് ആവുകയും അത് പെട്ടെന്ന് അല്ലെങ്കിൽ കത്തിപ്പോവാൻ ചാൻസും ഉണ്ട്. അങ്ങനെ ആ ഹീറ്റിൽ നിന്ന് സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് ഉള്ള ഉപയോഗിക്കുന്നതാണ് ഈ ഹീറ്റ് ഷീൽഡ് എന്ന് പറയുന്നത്. റോക്കറ്റിന്റെ ഒരു ക്ലൈംബിംഗ് സ്റ്റേജ് ഇങ്ങനെയാണ്. നമ്മളൊരു റോക്കറ്റ് ലോഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ ഈ സ്റ്റേജിലൂടെ എല്ലാം കടന്നു പോയിട്ടാണ് സാറ്റലൈറ്റ് ഇഞ്ചക്ട് ചെയ്യുന്നത്, ഓർബിറ്റിൽ ഇഞ്ചക്ട് ചെയ്യുന്നത്. ആദ്യം ഫസ്റ്റ് ലിഫ്റ്റ് ഓഫ് ആവും, പിന്നെ കുറഞ്ഞ ഒരു അറൗണ്ട് 50 കിലോമീറ്റർ എത്തുന്ന നേരം ഇതിന്റെ ബൂസ്റ്ററും ഫസ്റ്റ് സ്റ്റേജും സെപ്പറേറ്റ് ചെയ്യും. എന്നിട്ട് അതിനുശേഷമാണ് ഈ ക്രയോജനിക് എഞ്ചിൻ സ്റ്റാർട്ട് ആവുന്നത്. ക്രയോജനിക് എഞ്ചിന് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും ലാസ്റ്റ് വെക്കുന്നത് ക്രയോജനിക് എഞ്ചിനാണ് ഏറ്റവും കൂടുതൽ ത്രസ്റ്റ് കൊടുക്കുന്നത്. നേരത്തെ ഞാൻ ഇതിന്റെ പ്രിൻസിപ്പിൾ പറഞ്ഞ സമയത്ത് ഈ ഗ്യാസ് ഔട്ട്ഫ്ലോ ഉണ്ടാവുന്ന നേരം അതിന്റെ റിയാക്ഷൻ ആയിട്ടാണ് ഈ റോക്കറ്റ് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഒബ്ജക്റ്റ് മുന്നോട്ട് പോകാന്ന് പറഞ്ഞു. അതുകൊണ്ട് തന്നെ ഈ സമയത്ത് ഏറ്റവും കൂടുതൽ ഈ ഒരു ഗ്യാസിന്റെ ഔട്ട്ഫ്ലോ അല്ലെങ്കിൽ അത്രയും ത്രസ്റ്റ് ഉണ്ടെങ്കിൽ മാത്രമേ ഇതിന് ആവശ്യമുള്ള വെലോസിറ്റിയിലേക്ക് എത്താൻ പറ്റുള്ളൂ. ഈ ഒരു പെർട്ടിക്കുലർ വെലോസിറ്റിയിലേക്ക് ഈ റോക്കറ്റ് ഈ സാറ്റലൈറ്റിനെ എത്തിക്കുക എന്നുള്ളതാണ് സാറ്റലൈറ്റ് അല്ലെങ്കിൽ ഈ റോക്കറ്റിന്റെ ഏറ്റവും വലിയ ധർമ്മം എന്ന് പറയുന്നത്. ആ വെലോസിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ വെലോസിറ്റിയുടെ പേരാണ് ഓർബിറ്റൽ വെലോസിറ്റി. നമുക്ക് കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് പിന്നീട് അത് ഡിസ്കസ് ചെയ്യാവുന്നതാണ്. ഇതാണ് ഡിഫറെന്റ് പാർട്സ് അല്ലെങ്കിൽ ഡിഫറെന്റ് സ്റ്റേജുകൾ അസംബിൾ ചെയ്യുന്നത്. ഇത് ആന്ധ്രാപ്രദേശിലുള്ള സതീഷ് ധവാൻ സ്പേസ് സെന്ററിലാണ് ഈ ഒരു അസംബ്ലി ഇതുള്ളത്. അതേപോലെ അവിടെയാണ് ശ്രീഹരിക്കോട്ടയിലാണ് ലോഞ്ചിങ്ങും ഉള്ളത്. സതീഷ് ധവാൻ സ്പേസ് സെന്ററിലെ ഡിഫറെന്റ് ഫിഗേഴ്സ് ആണിത്. അപ്പോ റോക്കറ്റ് ഉപയോഗിച്ച് നമ്മൾ ഒരു സാറ്റലൈറ്റ് ഒരു ഓർബിറ്റിൽ നമ്മൾ ഇഞ്ചക്ട് ചെയ്തു. ആ ഓർബിറ്റ് എങ്ങനെയാണ് നമ്മൾ ഡിസൈഡ് ചെയ്യുന്നത്? സാറ്റലൈറ്റ് എങ്ങനെയാണ് സാറ്റലൈറ്റ് അവിടെ സ്പേസിൽ നിൽക്കുന്നത്? എന്തുകൊണ്ടാണ് അത് ഭൂമിയിലേക്ക് പതിക്കുന്നില്ല? അതിന്റെ ഉത്തരവായിട്ട് ഫോർ എക്സാമ്പിൾ നമ്മളൊരു കല്ലെടുത്തിട്ട് മുകളിലേക്ക് എറിയാന്ന് പറയാം. അപ്പൊ എന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ കുറച്ച് മുകളിലോട്ട് പോയിട്ട് തിരിച്ച് താഴത്തേക്ക് വരും. കുറച്ചുകൂടിയും നമ്മളത് സ്പീഡിൽ എറിയാണെങ്കിൽ കുറച്ചുകൂടി മുകളിലോട്ടേക്ക് പോകും, പിന്നെയും താഴത്തേക്ക് വരും. നമ്മളൊരു പെർട്ടിക്കുലർ വെലോസിറ്റിയിൽ നമ്മളൊരു കല്ല് ഭൂമിയുടെ അന്തരീക്ഷത്തിലേക്ക് പോയി കഴിഞ്ഞാൽ പിന്നെ അത് തിരിച്ചു വരാത്തൊരു രീതിയിൽ നമുക്ക് ആ കല്ലിനെ എറിയാൻ പറ്റും. അതിന് നമ്മൾ പറയുന്ന പേരാണ്
അങ്ങനെ അച്ചീവ് ചെയ്യുന്ന ആ ഒരു വെലോസിറ്റിയെ പറയുന്ന പേരാണ് എസ്കേപ്പ് വെലോസിറ്റി എന്ന് പറയുന്നത്. നിങ്ങൾക്ക് എസ്കേപ്പ് വെലോസിറ്റി, ഭൂമിയുടെ എസ്കേപ്പ് വെലോസിറ്റി എത്രയാണെന്ന് അറിയാവോ? ഭൂമിയിൽ നിന്ന് നമ്മൾ ഒരു ഒബ്ജക്റ്റ് പുറത്തേക്ക് അല്ലെങ്കിൽ എറിഞ്ഞു കഴിഞ്ഞാൽ, അന്തരീക്ഷത്തിലൂടെ എറിഞ്ഞു കഴിഞ്ഞാൽ അത് ഭൂമിയിലേക്ക് തിരിച്ചു വരാത്ത വിധം പുറത്തേക്ക് സ്പേസിലേക്ക് പോകുന്ന, ബഹിരാകാശത്തേക്ക് പോകുന്ന വെലോസിറ്റി എത്രയാണ്? ആ എസ്കേപ്പ് വെലോസിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, 11.2 കിലോമീറ്റർ പെർ സെക്കൻഡ് ആണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു ഒബ്ജക്റ്റ് 11.2 കിലോമീറ്റർ പെർ സെക്കൻഡ് അല്ലെങ്കിൽ അതിന്റെ മുകളിലുള്ള വെലോസിറ്റിയിൽ എറിയുകയാണെങ്കിൽ പിന്നീട് അത് താഴോട്ടേക്ക് വരില്ല. 11.2 കിലോമീറ്ററിന് താഴെയാണെങ്കിലോ അത് ഭൂമിയുടെ താഴേക്ക് വരും. പക്ഷെ എന്തുകൊണ്ടാണ് ഈ സാറ്റലൈറ്റ് ഒന്നും ഭൂമിയുടെ താഴേക്ക് വരാത്തത്, ഭൂമിയുടെ സർഫേസിലേക്ക് വരാത്തത്? അതിനാണ് നമ്മൾ ഓർബിറ്റൽ വെലോസിറ്റി അവിടെ വരുന്നത്. ഓർബിറ്റൽ വെലോസിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു ഒബ്ജക്റ്റ് ഭൂമിക്ക് ചുറ്റും റിവോൾവ് ചെയ്യുകയാണെങ്കിൽ ആ ഒബ്ജക്റ്റിന് ഉണ്ടാവേണ്ട മിനിമം അല്ലെങ്കിൽ ഒരു പെർട്ടിക്കുലർ വെലോസിറ്റിനെ പറയുന്നതാണ് ഓർബിറ്റൽ വെലോസിറ്റി. ആ ഓർബിറ്റൽ വെലോസിറ്റി എന്ന് പറയുന്ന ആ സമയത്ത് ഒരു ഒബ്ജക്റ്റിന് പെർട്ടിക്കുലർ ഓർബിറ്റൽ വെലോസിറ്റി ഉണ്ടാകുന്ന സമയത്ത് ഗ്രാവിറ്റേഷണൽ പുള്ളും ഭൂമിയിലേക്കുള്ള ഗ്രാവിറ്റേഷണൽ പുള്ളും, ഇത് റൊട്ടേഷണൽ മോഷനിലാണല്ലോ, റൊട്ടേഷണൽ മോഷനിലാവും നേരം അതിന് സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് ഉണ്ടാവും. സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് എന്ന് പറഞ്ഞാൽ പുറത്തേക്കായിരിക്കും. അത് തമ്മിലുള്ള രണ്ട് ഫോഴ്സുകളും ബാലൻസ് ആയിരിക്കും. അതുകൊണ്ട് തന്നെ താഴോട്ടേക്കും പോവില്ല, മുകളിലോട്ടേക്കും പോവില്ല. ആ ഒരു ലെവലെത്തും. ആ പെർട്ടിക്കുലർ വെലോസിറ്റിയിൽ അറ്റൈൻ ചെയ്യുകയാണെങ്കിൽ അതിന് പറയുന്നവരാണ് ഓർബിറ്റൽ വെലോസിറ്റി. ആ ഓർബിറ്റൽ വെലോസിറ്റിയിലേക്ക് ആ ഒരു സാറ്റലൈറ്റിനെ എത്തിക്കുക എന്നുള്ളതാണ് ഒരു റോക്കറ്റിന്റെ ഏറ്റവും വലിയ ധർമ്മം എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് നമുക്ക് അത്രയും വലിയ സ്പീഡിൽ നമുക്ക് സാറ്റലൈറ്റ് അല്ലെങ്കിൽ റോക്കറ്റുകൾ ലോഞ്ച് ചെയ്യേണ്ട വരുന്നത്. ഇപ്പോ ഇതിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഒരു സാറ്റലൈറ്റ് 150 കിലോമീറ്ററിന്റെ ആ ഒരു 150 കിലോമീറ്ററിലാണ് നമുക്ക് പ്ലേസ് ചെയ്യേണ്ടതെങ്കിൽ അതിന്റെ ഓർബിറ്റൽ വെലോസിറ്റി എന്ന് പറയുന്നത് 7.8 കിലോമീറ്റർ പെർ സെക്കൻഡ് ആണ്. മുകളിലോട്ട് പോകുന്നതിനനുസരിച്ച് അതിന്റെ ഓർബിറ്റൽ വെലോസിറ്റി കുറയും. 500 കിലോമീറ്റർ ആണെങ്കിൽ 7.6 ആവും. 10,000 കിലോമീറ്റർ ആണെങ്കിൽ 4.9 ആവും. 35,000 കിലോമീറ്റർ ആണെങ്കിൽ ഇത് ഓൾമോസ്റ്റ് 3 കിലോമീറ്റർ പെർ സെക്കൻഡ് ആവും. അതിന്റെ പീരിയോഡിസിറ്റി ഒരു പീരിയോഡിസിറ്റി ഒരു സമയം, അത് ഭൂമിയെ ചുറ്റാൻ ആവശ്യമുള്ള സമയമാണിത്. 87 മിനിറ്റ് എന്ന് പറയുന്നത്. 36,000 കിലോമീറ്റർ ആവുന്ന നേരം 24 മണിക്കൂർ കൊണ്ടാണ് ഒരു പ്രാവശ്യം ആ സാറ്റലൈറ്റ് ഭൂമിയെ ചുറ്റുന്നത്. അപ്പൊ നമ്മള് സാറ്റലൈറ്റ് ഭൂമിക്ക് ചുറ്റും അല്ലെങ്കിൽ ഭൂമിയുടെ ഒരു ഓർബിറ്റിൽ നമ്മൾ പ്ലേസ് ചെയ്തു. വിവിധ തരത്തിലുള്ള ഓർബിറ്റുകളുണ്ട്, നിങ്ങൾക്ക് അറിയാമായിരിക്കും. പോളാർ ഓർബിറ്റ് ഉണ്ട്, ജിയോ സ്റ്റേഷനറി ഓർബിറ്റ് ഉണ്ട്. ജിയോ സ്റ്റേഷനറി ഓർബിറ്റ് എന്നാണ് സ്റ്റേഷനറി ടുവാർഡ്സ് ദ എർത്ത് എന്ന് പറയാം. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭൂമി, ഈ ഒരു അനിമേഷൻ നോക്കിയാൽ കാണാൻ പറ്റും. ഒരാൾ ഒരു ഭൂമിക്ക് ഒരു സർഫേസിൽ നിൽക്കുകയാണെങ്കിൽ അയാൾക്ക് എപ്പോഴും നോക്കിക്കഴിഞ്ഞാൽ അയാളുടെ തലക്ക് മേലെ തന്നെ ആ സാറ്റലൈറ്റ് ഉണ്ടാവും. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭൂമിയുടെ റൊട്ടേഷൻ ഓഫ് പീരിയോഡിസിറ്റി എന്ന് പറയുന്നത് 24 അവർ ആണ്. അതേപോലെ സാറ്റലൈറ്റിന്റെ പീരിയോഡിസിറ്റി എന്ന് പറയുന്നത് 24 അവർ ആണ്. അപ്പൊ അതുകൊണ്ട് തന്നെ എപ്പോഴും അയാളുടെ തൊട്ട് മേലെ തന്നെ കാണും. ഏത് സ്ഥലത്താണോ നമ്മൾ വിക്ഷേപിച്ചത് ആ സ്ഥലത്ത് തന്നെ എപ്പോഴും നോക്കിക്കഴിഞ്ഞാൽ ആ ഒരു സാറ്റലൈറ്റ് ഉണ്ടാവും. ആ ഒരു സാറ്റലൈറ്റ് ഓർബിറ്റിനെ പറയുന്ന പേരാണ് ജിയോ സ്റ്റേഷനറി സാറ്റലൈറ്റ് ഓർബിറ്റ്. അതേപോലെ വേറൊരു ഓർബിറ്റ് ആണ് പോളാർ ഓർബിറ്റിംഗ് സാറ്റലൈറ്റ്. പോളാർ ഓർബിറ്റിംഗ് സാറ്റലൈറ്റ് എന്ന് പറയുന്നത് ഭൂമിക്ക് മുകളിലായിട്ട് ഏകദേശം 1000 കിലോമീറ്ററിന്റെ താഴെ ആയിട്ട് വിക്ഷേപിക്കുന്ന സാറ്റലൈറ്റുകളാണ് പോളാർ ഓർബിറ്റിംഗ് സാറ്റലൈറ്റ് എന്ന് പറയുന്നത്. അതിന്റെ പീരിയോഡിസിറ്റി എന്ന് പറയുന്നത് നോർമലി 90 to 100 മിനിറ്റ്സ് ആണ്. ഏകദേശം 1.5 മണിക്കൂർ കൊണ്ട് അത്
ഒരു പ്രാവശ്യം ഭൂമിയെ ചുറ്റി വരും. ഇതിൽ നിന്ന് നമുക്ക് വളരെ ക്ലിയർ ആയിട്ട് മനസ്സിലാക്കാൻ പറ്റും. നോർമലി ഈ ജിയോ സ്റ്റേഷനറി സാറ്റലൈറ്റുകളെല്ലാം ഉപയോഗിക്കുന്നത് ഈ കമ്മ്യൂണിക്കേഷൻ അല്ലെങ്കിൽ വെതർ റിലേറ്റഡ് ആയിട്ട്, അല്ലെങ്കിൽ TV കമ്മ്യൂണിക്കേഷൻ, അതിനു വേണ്ടിയിട്ടുള്ള ട്രാൻസ്പോണ്ടറുകളാണ് ഈ ജിയോ സ്റ്റേഷനറി സാറ്റലൈറ്റുകൾ ഉണ്ടാവാറുള്ളത്. പോളാർ ഓർബിറ്റിംഗ് സാറ്റലൈറ്റുകളിൽ നോർമലി എർത്ത് ഒബ്സർവിംഗ് സാറ്റലൈറ്റുകളാണ് ഉണ്ടാവാറുള്ളത്. എർത്തിനെ നിരീക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള, അല്ലെങ്കിൽ പിന്നെ എർത്തിന്റെ കോൺസ്റ്റിറ്റ്യുവൻസുകൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ കാർബൺ ഡൈ ഓക്സൈഡ്, അല്ലെങ്കിൽ മീഥെയിൻ, വാട്ടർ വേപ്പർ, ഓസോൺ, അതേപോലെയുള്ള, അല്ലെങ്കിൽ ഓഷ്യന്റെ ക്ലോറോഫിൽ കണ്ടന്റ്, ഓഷ്യൻ ടെമ്പറേച്ചർ, അതേപോലുള്ള കാര്യങ്ങളെല്ലാം നിരീക്ഷിക്കാൻ ഉള്ള ഉപകരണങ്ങളിലെ പേലോഡ്സുകൾ ഉണ്ടാവാറുള്ളത് ഈ പോളാർ ഓർബിറ്റിംഗ് സാറ്റലൈറ്റുകളാണ് ഉണ്ടാവാറുള്ളത്. ഇന്ത്യയുടെ ആദ്യത്തെ സാറ്റലൈറ്റ് എന്ന് പറയുന്നത് ആര്യഭട്ടയാണ്. അതിനുശേഷം ഒരുപാട് സാറ്റലൈറ്റുകൾ വന്നു. ഭാസ്കര, രോഹിണി. ആദ്യത്തെ കമ്മ്യൂണിക്കേഷൻ സാറ്റലൈറ്റ് എന്ന് പറയുന്നത് ആപ്പിളാണ്. ഒരു സാറ്റലൈറ്റിന്റെ ഒരു ഡിസിൻറ്റഗ്രേറ്റഡ് പിക്ചേഴ്സ് ആണിത്. ഇതിന് ബേസിക്കലി ഒരു സാറ്റലൈറ്റിന് ഒരു സ്ട്രക്ചർ ഉണ്ടാവും. ആ സ്ട്രക്ചറിനെ പറയുന്ന പേരാണ് ബസ്, സാറ്റലൈറ്റ് ബസ് എന്ന് പറയുന്നത്. അതൊരു ഒരു സ്കെലിട്ടൺ ആണ്. അതിന്റെ പുറത്തും അകത്തും ഡിഫറെന്റ് ആയിട്ടുള്ള കമ്പോണൻസുകൾ ഫിറ്റ് ചെയ്ത് കഴിഞ്ഞാലാണ് നമുക്ക് ഒരു കംപ്ലീറ്റ് സാറ്റലൈറ്റ് ഉണ്ടാവുന്നത്. അതിൽ നമുക്ക് നോക്കാം, ഏറ്റവും പ്രധാനപ്പെട്ടതാണ് സോളാർ പാനൽ. സോളാർ പാനൽ എന്ന് പറയുന്നത് പവറിന് വേണ്ടിയിട്ടാണ്. ഉള്ളില് ബാറ്ററി ഉണ്ടാവും പവർ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട്. ഇത് ഫ്യൂവൽ ടാങ്കുകളാണ്. ഫ്യൂവൽ ടാങ്കും ഇവിടെ മോട്ടറുകളുണ്ട്, അപ്പോച്ചി മോട്ടർ ഉണ്ട്. ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓർബിറ്റൽ മാനുവറിങ്ങിന് വേണ്ടിയിട്ടാണ്. ഇതിന്റെ പുറമെയാണ്, ഈ സ്ട്രക്ചറിന് പുറമെയാണ് നോർമലി പേലോഡുകൾ എന്ന ഇൻസ്ട്രുമെന്റുകൾ ഫിറ്റ് ചെയ്യാറുള്ളത്. അതേപോലെ ഈ ആന്റിനകൾ എന്ന് പറയുന്നത് കമ്മ്യൂണിക്കേഷന് വേണ്ടി ഉപയോഗിക്കുന്ന ആന്റിനകളാണ്. ട്രാൻസ്പോണ്ടറുകളും അതേപോലെ ഈ ഡാറ്റ അപ്ലിങ്ക് ഡൗൺലിങ്കിനൊക്കെ ആവശ്യമായിട്ടുള്ള കമ്മ്യൂണിക്കേഷന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ആന്റിനകളാണത്. ഈ സാറ്റലൈറ്റുകൾ എന്തിനൊക്കെയാണ് നമ്മൾ ഉപയോഗിക്കുന്നത്? ഇൻ കോണ്ടെക്സ്റ്റ് ഓഫ് എർത്തിന്റെ ഇതിൽ നമ്മൾ ഈ സാറ്റലൈറ്റുകളൊക്കെ എന്തിനാണ് ഉപയോഗിക്കുന്നത്? നമുക്ക് ഈ സാറ്റലൈറ്റ് ഇല്ലാതെ നമുക്ക് ജീവിക്കാൻ പറ്റുമോ? നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ വെതർ പ്രഡിക്ഷന്, കമ്മ്യൂണിക്കേഷൻ എന്ന് വേണ്ട എല്ലാ കാര്യങ്ങളിലും, പിന്നെ പൊസിഷനിങ്, എല്ലാ കാര്യത്തിനും നമുക്കിപ്പം സാറ്റലൈറ്റ് ഇല്ലാതെ കഴിയില്ല. സാറ്റലൈറ്റ് ഇല്ലാതെ ഒരു വിധത്തിൽ നമുക്ക് ജീവിക്കാൻ കഴിയാത്ത അവസ്ഥയിലാണത്. ഇന്ത്യയുടെ ജിയോ സ്റ്റേഷനറി സാറ്റലൈറ്റ് സീരീസ് ഉണ്ട്. വെതർ പ്രഡിക്ഷനും കമ്മ്യൂണിക്കേഷനുമായിട്ട് ഉപയോഗിക്കുന്ന ഇന്ത്യയുടെ സാറ്റലൈറ്റ് സീരീസ് ഉണ്ട്. ആ ജിയോ സ്റ്റേഷനറി സാറ്റലൈറ്റ് ഏതാണെന്ന് പറയാൻ പറ്റുമോ? ഓക്കെ, ഇൻസാറ്റ് ആണ് ഇന്ത്യയുടെ ജിയോ സ്റ്റേഷനറി സാറ്റലൈറ്റ് സീരീസ് ഓഫ് സാറ്റലൈറ്റുകൾ ഉള്ളത്. ഇപ്പൊ നമ്മൾ ഉപയോഗിക്കുന്നത് ഇൻസാറ്റ് 3D, ഇൻസാറ്റ് 3 പോലെയുള്ള സാറ്റലൈറ്റുകളാണ്. അതിന് നമ്മൾ നോർമലി പിന്നെ വെതറിന് ആവശ്യമായിട്ടുള്ളതും കമ്മ്യൂണിക്കേഷനായിട്ടും ആവശ്യമായിട്ടുള്ള പേലോഡുകളെല്ലാം അതിൽ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. ബേസിക് ആപ്ലിക്കേഷൻസ് എന്ന് പറയുന്നത് ടെലികമ്മ്യൂണിക്കേഷൻ, TV ബ്രോഡ്കാസ്റ്റിംഗ്, റേഡിയോ നെറ്റ്വർക്കിംഗ്, മീറ്ററോളജി, സൈക്ലോൺ വാർണിംഗ് തുടങ്ങിയുള്ള ആപ്ലിക്കേഷൻസ് ആണ് സാധാരണ ജിയോ സ്റ്റേഷനറി സാറ്റലൈറ്റുകൾ കൊണ്ട് ഉപയോഗിക്കാറുള്ളത്. ഇത് എന്ന് പറയുന്നത് 2 ദിവസം മുമ്പേത്തുള്ള ഇന്ത്യയുടെ ഒരു പിക്ചറാണ്. ഇൻസാറ്റ് 3D എടുത്ത പിക്ചറാണ്. ഇത് നമുക്ക് നോക്കി കാണാൻ പറ്റും. ക്ലിയർ ആയിട്ട് ക്ലൗഡ് പാച്ചസ് നമുക്ക് ക്ലിയർ ആയിട്ട് കാണാൻ പറ്റും. ഈ ഒരു ക്ലൗഡ് പാച്ചസ് എല്ലാം ഇതേപോലുള്ള ഡാറ്റ വെച്ചിട്ടാണ് നമ്മൾ വെതർ പ്രഡിക്ഷൻ ഉപയോഗിക്കുന്നതും അതേപോലെ സൈക്ലോൺ വാർണിംഗ് അല്ലെങ്കിൽ വെതർ വാർണിംഗിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത് ഇതേപോലെ ഡാറ്റയും പിന്നെ വേറെ കുറെ ഡാറ്റകളും കൂടിയിട്ടാണ് നമ്മൾ പ്രഡിക്ഷൻസ് എല്ലാം ഉപയോഗിക്കുന്നത്. പക്ഷെ ഇത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഡാറ്റയാണ്, സാറ്റലൈറ്റ് ഡാറ്റ എന്ന് പറയുന്നത്. ഇത് നമ്മൾ വെതറിന് വേണ്ടി മാത്രമാണ് ഈ ഇതേപോലെയുള്ള, നമുക്ക് ഇത് വെച്ചിട്ട് സയൻസ് ഡിറൈവ് ചെയ്യാനും പറ്റും. ഇത് വെച്ചിട്ടുള്ള സയൻസുകൾ, ക്ലൗഡ് ക്ലൈമറ്റോളജി അല്ലെങ്കിൽ ക്ലൗഡിന്റെ എങ്ങനെയാണ് ഓരോ സ്പെസിഫിക് ടൈപ്സ് ഓഫ് ക്ലൗഡ്സ് എങ്ങനെയാണ് നമുക്ക് അറ്റ്മോസ്ഫിയറിൽ ഉണ്ടാവുന്നത്, അതിന്റെ
മാറ്റം എങ്ങനെയാണെന്നുള്ളതൊക്കെ ഈ ഡാറ്റ വെച്ചിട്ട് നമുക്ക് കാണാൻ പറ്റും. ഈ പ്ലോട്ട് എന്ന് പറയുന്നത് ഒരു പിക്ചർ എന്ന് കാണുന്നത് 20 വർഷത്തെ ഡാറ്റ ഉപയോഗിച്ചിട്ട് ഇത് ഒരു സാറ്റലൈറ്റിലുള്ള ഡാറ്റയാണ്. അതേപോലെ 5 or 6 സാറ്റലൈറ്റിലുള്ള ഡാറ്റ മെർജ് ചെയ്ത് 20 വർഷത്തെ ഡാറ്റ കൊണ്ട് ഇത് ഉണ്ടാക്കിയ ഒരു പിക്ചറാണ് ഇത്. ഇതെന്ന് പറഞ്ഞാൽ ക്ലൗഡിന്റെ ക്ലൈമറ്റോളജിയാണ്. ഈ ക്ലൗഡിന്റെ ക്ലൈമറ്റോളജി എന്ന് പറഞ്ഞാൽ ഇത് ഒക്കറൻസ് ഓഫ് ദ ക്ലൗഡ് ആണ്. എത്രമാത്രം ക്ലൗഡ് ആ ഒരു പെർട്ടിക്കുലർ സ്ഥലത്ത് ഒക്കർ ചെയ്യുന്നുണ്ടെന്നാണ് ഈ ഒരു പിക്ചർ പറയുന്നത്. എല്ലാം നോക്കി കഴിഞ്ഞാൽ കാണാൻ പറ്റും നമുക്ക് ഏകദേശം ഇന്തോനേഷ്യൻ റീജിയനിൽ ഏറ്റവും കൂടുതൽ ക്ലൗഡ് ഉണ്ട്. അതേപോലെ ആഫ്രിക്കയുടെ ഒരു ഭാഗത്തും സൗത്ത് അമേരിക്കയുടെ ഭാഗത്തും വളരെ കൂടുതൽ ക്ലൗഡ് പെർസിസ്റ്റ് ചെയ്യുന്നുണ്ട്, ഏറ്റവും കൂടുതലുണ്ട്. അതേപോലെ ഇവിടെ നോക്കി കഴിഞ്ഞാൽ നമ്മുടെ ഈ ഓഷ്യൻ, പസഫിക് ഓഷ്യനിലും അറ്റ്ലാന്റിക്, പ്രത്യേകിച്ചും സദേൺ പോളുകളിൽ, സദേൺ ഹെമിസ്ഫിയറിൽ ഓഷ്യൻസിൽ ക്ലൗഡ് വളരെ കുറവാണ്. അതേപോലെ നോർത്തേൺ ഹെമിസ്ഫിയറിലും കുറവാണ്. ഈ കാണുന്നതാണ് ആക്ച്വലി ഡെസേർട്ട്. ഡെസേർട്ടിൽ നമ്മൾ പൊതുവെ ക്ലൗഡ് കാണാറില്ല. അതുകൊണ്ടാണ് നമുക്ക് ഇവിടെ ക്ലൗഡ് ഫ്രീ ആയിട്ട് കാണുന്നത്. അതേപോലെ ഈ സെയിം ഡാറ്റ വെച്ചിട്ട് തണ്ടർസ്റ്റോം എവിടേക്കാണ് ഏറ്റവും കൂടുതൽ ഉള്ളത് എന്ന് നമുക്ക് ഈ ഒരു ഡാറ്റ വെച്ചിട്ട് അറിയാൻ പറ്റും. ഏറ്റവും കൂടുതൽ തണ്ടർസ്റ്റോം ഉള്ള റീജിയൻസ് ആണ് ഈ കളേർഡ് എല്ലാം, യെല്ലോ ആൻഡ് ഗ്രീൻ കളേർഡ് എല്ലാം. ഇതേപോലുള്ള ഒരുപാട് സയൻസ് നമുക്ക് ഈ ഡാറ്റയിൽ നിന്ന് നമുക്ക് ഡിറൈവ് ചെയ്യാൻ പറ്റും. അതേപോലെ പോളാർ സാറ്റലൈറ്റിന്റെ മെയിൻ ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത് സർവേലൻസ്, എർത്ത് ഒബ്സർവേഷൻസ്, അതേപോലുള്ള കാര്യങ്ങളാണ്. ഇത്രയും ഇതിൽ ഒരുപാട് കാര്യങ്ങൾ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. അഗ്രികൾച്ചർ, വെതർ റിസോഴ്സസ്, എൻവയോൺമെന്റ്, സോയിൽ, ലാൻഡ് യൂസ്, ലാൻഡ് കവർ, ഓഷൻ ആപ്ലിക്കേഷൻ, ഫോറസ്റ്റ്, ജിയോ സയൻസ്, അതേപോലെയുള്ള ഡിസാസ്റ്റർ മാനേജ്മെന്റ് എല്ലാം. ഈ പെർട്ടിക്കുലർ പിക്ചേഴ്സ് എല്ലാം നമ്മുടെ ഇന്ത്യൻ IRS സാറ്റലൈറ്റുകൾ ഉപയോഗിച്ച് നമ്മുടെ പെർട്ടിക്കുലർ സ്പെസിഫിക് ആയിട്ടുള്ള സിറ്റികളുടെ ഫോട്ടോകളാണ്. നമ്മുടെ IRS സാറ്റലൈറ്റ് ഉപയോഗിച്ച് എടുത്ത ഫോട്ടോകളാണ് ഈ കാണുന്നതെല്ലാം. ഇതിന്റെ കോമ്പിനേഷൻസ് എന്നുവെച്ചാൽ ജിയോ സ്റ്റേഷനറിയുടെയും പോളാർ സാറ്റലൈറ്റിന്റെയും കോമ്പിനേഷൻസ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ നോർമലി നമ്മളെ ഒരു കഴിഞ്ഞയും 2018-ലും 2019-ലും ഉണ്ടായിരുന്ന ഫ്ലഡ് എല്ലാം നമ്മൾ മോണിറ്റർ ചെയ്തത് ഈ രണ്ട് സാറ്റലൈറ്റുകളും വെച്ചിട്ടായിരുന്നു. ഇൻസാറ്റ് സാറ്റലൈറ്റും IRS സാറ്റലൈറ്റ് സീരീസിലുള്ള ഒരുപാട് സാറ്റലൈറ്റ് ഉണ്ട് ഇന്ത്യക്ക്. ഓഷ്യൻ സാറ്റ്, കാർട്ടോസാറ്റ്, സ്കാട്രോസാറ്റ് എന്ന് പറയുന്ന ഒരുപാട് സാറ്റലൈറ്റ് ഉണ്ട്. അതെല്ലാത്തിന്റെയും ഇൻപുട്ട് വെച്ചിട്ടായിരുന്നു നമ്മൾ ആ സമയത്ത് ഫ്ലഡിനെ മോണിറ്റർ ചെയ്തുകൊണ്ടിരുന്നത്. ഇത് ഒരു റീസെന്റ് ആയിട്ടുള്ള ഒരു സ്റ്റഡിയാണ്. നമ്മൾ ഈ പോളാർ സാറ്റലൈറ്റ് ഉപയോഗിച്ച് കണ്ടുള്ള ഒരു COVID-19 എഫക്ട് ഓഫ് പൊല്യൂഷൻ വെച്ചിട്ടുള്ള ഇത് ഈസയുടെ സെന്റിനൽ 5P എന്ന് പറയുന്ന സാറ്റലൈറ്റിലുള്ള ഒരു പേലോഡായ ട്രോപ്പോസ്ഫെറിക് ഓസോൺ മോണിറ്ററിംഗ് ഇമേജർ എന്ന് പറയുന്ന ഒരു പേലോഡ് വെച്ചിട്ട് നടത്തിയ ഒരു സ്റ്റഡിയാണിത്. മേലെ കാണുന്നത് 2019 ജനുവരി മുതൽ മാർച്ച് വരെ. മാർച്ച് എന്ന് പറയുന്നത് നമ്മൾ ലോക്ക്ഡൌൺ തുടങ്ങിയ മാർച്ച് 25-ലാണ്. 25-ന് മുമ്പ് 24 വരെയുള്ള 2019-ലുള്ള പിക്ചറും അതിനുശേഷം 25 മാർച്ച് മുതൽ 20 ഏപ്രിൽ 2019 വരെയുള്ള പിക്ചറാണ് മേലെ കാണുന്നത്. താഴെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ സെയിം ടൈം പീരീഡിലുള്ള 2020-ലുള്ള പിക്ചറാണ്. നമുക്ക് കാണാൻ പറ്റും 2019 ജനുവരിയിൽ 2020 ജനുവരിയിൽ ഓൾമോസ്റ്റ് സിമിലർ പിക്ചർ നമുക്ക് കാണാൻ പറ്റും. പക്ഷെ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇത് ലോക്ക്ഡൌൺ പീരീഡ് ആണ്. വളരെ ഡ്രാസ്റ്റിക് ആയിട്ട് പൊല്യൂഷൻ കുറഞ്ഞതായിട്ട് നമുക്ക് ഇതിൽ കാണാൻ പറ്റും. ഇതിന്റെ ഈ സ്പോട്ടുകളെല്ലാം വളരെയധികം കുറഞ്ഞു. ഇതേപോലുള്ള ഒരുപാട് സ്റ്റഡികൾ നമുക്ക് ഈ പോളാർ സാറ്റലൈറ്റുകൾ ഉപയോഗിച്ചിട്ട് ചെയ്യാൻ പറ്റും. ഇതൊരു റീസെന്റ് ആയിട്ടുള്ള ഒരു സ്റ്റഡി ആയതുകൊണ്ട് ജസ്റ്റ് നിങ്ങളെ കാണിക്കാൻ വിചാരിച്ചിട്ട് എടുത്തിട്ടതാണ്. പിന്നെയുള്ള ഏറ്റവും പ്രധാനപ്പെട്ട സാറ്റലൈറ്റ്, ഒരു കോൺസ്റ്റലേഷൻ ഓഫ് സാറ്റലൈറ്റ് എന്ന് പറയുന്നത് നമ്മൾ ഏറ്റവും അധികം ഉപയോഗിക്കുന്ന സാധനമാണ് നാവിഗേഷൻ സാറ്റലൈറ്റുകൾ. ഇന്ത്യയുടെ നാവിഗേഷൻ സാറ്റലൈറ്റ് എന്ന് പറയുന്നത് IRNSS ആണ്. പക്ഷെ നമ്മൾ വളരെ വൈഡ്ലി യൂസ് ചെയ്യുന്ന സാറ്റലൈറ്റ് കോൺസ്റ്റലേഷൻ ഓഫ് സാറ്റലൈറ്റ് GPS ആണ്, ഗ്ലോബൽ പൊസിഷൻ സാറ്റലൈറ്റ്. അത് അമേരിക്കയുടേതാണ്. ഏകദേശം 20,000 കിലോമീറ്ററിന്റെ മുകളിൽ അത് ഉള്ള ഒരു 24 സാറ്റലൈറ്റുകളുടെ കോൺസ്റ്റലേഷൻ ആണ് GPS സാറ്റലൈറ്റ് എന്ന് പറയുന്നത്. അതേപോലെ ഓരോ രാജ്യങ്ങൾക്കും ഡിഫറെന്റ് ആയിട്ടുള്ള പൊസിഷൻ സാറ്റലൈറ്റുകൾ ഉണ്ട്. റഷ്യക്ക് ഗ്ലോനാസ്, യൂറോപ്യൻ ഈസക്ക് ഗലീലിയോ, ചൈനീസിന് കോമ്പസ് ഉണ്ട്.
ഇന്ത്യക്ക് IRNSS ഉണ്ട്. പക്ഷെ IRNSS എന്ന് പറയുന്നത് ഗ്ലോബൽ അല്ല, റീജിയണൽ അല്ല. ഓവർ ഇന്ത്യ മാത്രമേ നമുക്ക് ആ ഒരു പൊസിഷൻ സിസ്റ്റം പറ്റുള്ളൂ. IRNSSന്റെ പുതിയ വേറൊരു പേരാണ് നാവിക് എന്ന് പറയുന്നത്, ഇന്ത്യൻ റീജിയണൽ സാറ്റലൈറ്റ് നാവിഗേഷൻ സിസ്റ്റം. ഇതാണ് അതിന്റെ ആ കോൺസ്റ്റലേഷന്റെ പാറ്റേൺ എന്ന് പറയുന്നത്. 11 സാറ്റലൈറ്റ് കോൺസ്റ്റലേഷൻ ആണ് നമുക്ക് കാണാൻ പറ്റും. ഒരു 3 ജിയോ സ്റ്റേഷനറി സാറ്റലൈറ്റും 4 ബാക്കി 3 എന്ന് പറയുമ്പോൾ ബാക്കി 8 ജിയോ സിങ്ക്രണസ് സാറ്റലൈറ്റുകളാണുള്ളത്. പിന്നെ നമ്മൾ പലപ്പോഴും നോക്കാറുള്ളത് ഈ ഇത്രയും ഇതേപോലെ കാര്യങ്ങളൊക്കെ ചെയ്തു കഴിഞ്ഞാലും ഈ സ്പേസിനല്ല, നമുക്ക് കോമൺ മാന് ഈ ഒരു സ്പേസ് റിസർച്ച് കൊണ്ട് എന്താണ് ഉപകാരം എന്ന് പലപ്പോഴും പല ആളുകളും ചോദിക്കുന്നത് കാണാറുണ്ട്. അതിൽ ഞാൻ പറയും, അതിൽ ഏറ്റവും വലിയ ഉപകാരം എന്ന് പറയുന്നത് കോമൺ മാന് ഡയറക്റ്റ് വരുന്നത് മിക്കവാറും ഈ ടെക്നോളജിയുടെ മിനിയേച്ചറൈസേഷൻ ആണ് ഏറ്റവും പ്രധാനപ്പെട്ട ഇത്. ഈ വെയിറ്റ് കൺസ്ട്രെയിൻസ് ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് നമുക്ക് ആവശ്യമുള്ള സാധനങ്ങളൊന്നും എല്ലാം കൂടി നമുക്ക് ഒരു സാറ്റലൈറ്റിൽ ഇൻകോർപ്പറേറ്റ് ചെയ്യാൻ പറ്റില്ല. പക്ഷെ അത് അത്യാവശ്യം ആയതുകൊണ്ട് തന്നെ നമ്മൾ അതിന്റെ സൈസ് റെഡ്യൂസ് ചെയ്യാൻ നോക്കും. അതുകൊണ്ട് തന്നെ ടെക്നോളജി എല്ലാം മിനിയേച്ചറൈസ് ചെയ്യാൻ തുടങ്ങും. അതാണ് ഏറ്റവും മെയിൻ ആയിട്ടുള്ളത്. അതേപോലുള്ള ഒരുപാട് സൈഡ് ആയിട്ടുള്ള ഒരുപാട് ടെക്നോളജികൾ ഡെവലപ്മെന്റ് വരും. അതാണ് ഈ കാണാൻ ഞാൻ കുറച്ച് ലിസ്റ്റ് ചെയ്തത്. ഈ സെർച്ച് ബീക്കണ്, നമ്മൾ കടലിൽ കുടുങ്ങിപ്പോയ ആളുകളെ രക്ഷിക്കാൻ ഉപയോഗിക്കുന്നതാണ് സെർച്ച് ആൻഡ് റെസ്ക്യൂ ബീക്കൺ. അതേപോലെ ഈ അറ്റ്മോസ്ഫിയറിലുള്ള ടെമ്പറേച്ചർ, ഹ്യൂമിഡിറ്റി, പ്രഷർ എന്നിവയുള്ള അതേപോലെ സാധനങ്ങളെല്ലാം അളക്കാൻ ഉപയോഗിക്കുന്ന റേഡിയോ സോണ്ടേഴ്സ്, GPS സോണ്ടേഴ്സ് ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. അതേപോലെ ലിഥിയം അയോൺ സെല്ല്. ലിഥിയം അയോൺ സെല്ല് എന്ന് പറയുന്നത് നോർമലി സാറ്റലൈറ്റിൽ നമ്മൾ പവർ സ്റ്റോർ ചെയ്യാൻ ഉപയോഗിക്കുന്ന സാധനമാണ്. അത് പക്ഷെ ഇപ്പോൾ നമ്മൾ ടെക്നോളജി ട്രാൻസ്ഫർ ചെയ്തിട്ട് ഇപ്പോൾ നമ്മൾ ഇലക്ട്രിക് മോട്ടോഴ്സുകളിലേക്ക് ഉപയോഗിക്കാനുള്ള ഒരു സാങ്കേതിക വിദ്യയിലേക്ക് എത്തിയിട്ടുണ്ട്. അത് വളരെ വലിയ ഒരു ടെക്നോളജി ഡെവലപ്മെന്റ് ആണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. നമ്മൾ ഈ വരുന്ന കാലങ്ങളിൽ ഏറ്റവും കൂടുതലായിട്ട് ഒരു റെവല്യൂഷൻ സംഭവിക്കാൻ പോകുന്നത് ഈ ഒരു ലിഥിയം അയോൺ സെല്ലിലാണ്. അതേപോലെ പ്രോസസർ ഡെവലപ്മെന്റ്, വിക്രം 1601 പ്രോസസർ ISRO ഡെവലപ്പ് ചെയ്തതാണ്. അതേപോലെ ഒരുപാട് ഇതേപോലുള്ള ഒരുപാട് ഒരു ടെക്നോളജി ഡെവലപ്മെന്റുകൾ, കോമൺ മാൻ ഉപയോഗിക്കാൻ പറ്റുന്ന ഡെവലപ്മെന്റുകൾ ഒരുപാടുണ്ട്. ഈ തീ പിടിക്കാത്ത മെറ്റീരിയൽ, അതേപോലെ ഹാർഷ് എൻവയോൺമെന്റിൽ ഉപയോഗിക്കാൻ പറ്റുന്ന ജാക്കറ്റ് ഡെവലപ്മെന്റ്, അതേപോലെ ഈ ഇതിൽ നമുക്ക് കാണാൻ പറ്റും ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പിന്നെ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇത് പിക്ചറിൽ നോക്കി കാണാൻ പറ്റും. ഈ കാലില്ലാത്ത ആളുകൾക്ക് പഴയ കാലത്ത് വളരെ ബുദ്ധിമുട്ടായിരുന്നു. ഈ വെപ്പുകാല് എന്ന് പറയുന്നത് വളരെ കനം കൂടിയത് കൊണ്ട് വളരെ വേദനയൊക്കെ ഉള്ളത്. ഈ ഒരു മെറ്റീരിയല് ഇസ്രോ ഡെവലപ്പ് ചെയ്തത് കൊണ്ട് തന്നെ വളരെ ലൈറ്റ് ആയിട്ടുള്ള മെറ്റീരിയൽ ഈ വെപ്പുകാലിന് ഉപയോഗിക്കാൻ പറ്റിയിട്ടുണ്ട്. അതേപോലെ എണ്ണിയാൽ ഒടുങ്ങാത്ത ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ടെക്നോളജി ഡെവലപ്മെന്റിൽ ഈ ഒരു കാര്യങ്ങൾ തന്നെ ഉണ്ട്. അതേപോലെ ഡെയിലി ലൈഫിലും ISRO അല്ലെങ്കിൽ സ്പേസ് ടെക്നോളജി ഒരുപാട് കാര്യങ്ങൾ ജനങ്ങൾക്ക് ചെയ്യുന്നുണ്ട്. ഏറ്റവും പെട്ടെന്ന് നമുക്ക് പറയാൻ പറ്റുന്ന ഈ ഫ്ലഡിന്റെ സമയത്തൊക്കെ ലൈവായിട്ട് ISRO ഡാറ്റ ഉപയോഗിച്ചിട്ട് നമുക്ക് അത് ഫ്ലഡ് മോണിറ്ററിംഗ് ഒക്കെ ചെയ്യാൻ പറ്റുന്നു. അതേപോലെ ഒരുപാട് കാര്യങ്ങൾ. പിന്നീട് ഞാൻ എൻ്റെ ടോക്കിന്റെ ലാസ്റ്റിലോട്ടേക്ക് വരികയാണ്. ഇതിൽ പല ആളുകൾ, ഒരുപാട് ആളുകൾ സ്റ്റുഡൻസ് ഉണ്ട് എന്ന് പറഞ്ഞു. അപ്പൊ അതുകൊണ്ട് തന്നെ ISROയിൽ ജോയിൻ ചെയ്യാൻ അല്ലെങ്കിൽ ISROയിൽ വർക്ക് ചെയ്യണമെന്ന് താല്പര്യമുള്ള ഒരുപാട് ആളുകൾ ഉണ്ടാവും. അവർക്ക് എങ്ങനെയാണ് ISROയിലേക്ക് എത്തിപ്പെടാൻ പറ്റുക എന്നുള്ളതാണ് ഞാൻ ജസ്റ്റ് ഒരു 2 സ്ലൈഡിൽ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. ഏറ്റവും ടോപ്പായിട്ടുള്ള പൊസിഷൻ എന്ന് പറയുന്നത് സയന്റിസ്റ്റ് അല്ലെങ്കിൽ എഞ്ചിനീയർ പൊസിഷൻ ആണ് അവിടെ. അല്ലെങ്കിൽ സയൻസിൽ PG, ഫിസിക്സ് കെമിസ്ട്രിയിൽ ഏതെങ്കിലും PG. നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും റോക്കറ്റിന് സംബന്ധിച്ചിടത്തോളം ഈ ടെക്നോളജിയുടെ അല്ലെങ്കിൽ ടെക്നോളജിയിലെ എല്ലാ ബ്രാഞ്ചുകളും, സയൻസിലെ എല്ലാ ബ്രാഞ്ചുകളും ആവശ്യമാണ്. തുടങ്ങിയിട്ട് അതുകൊണ്ട് തന്നെ നമ്മൾ ബിടെക്കോ അല്ലെങ്കിൽ സയൻസോ ഏത് ബ്രാഞ്ച് എടുത്തു കഴിഞ്ഞാലും ISROയിൽ നിങ്ങൾക്ക് അവസരം ഉണ്ടാവും. അതേപോലെ തന്നെ ഈ ടെക്നിക്കൽ അസിസ്റ്റന്റ് ആയിട്ട് പോളി കഴിഞ്ഞ ആളുകൾക്ക്, അല്ലെങ്കിൽ ഡിപ്ലോമ കഴിഞ്ഞ ആളുകൾക്ക്, ITI കഴിഞ്ഞ ആളുകൾക്ക് എല്ലാം ഈ ISROയിൽ പല ലെവലിൽ നിങ്ങൾക്ക് പൊസിഷൻസ് അവൈലബിൾ ആണ്. അതേപോലെ ആർട്സ് ആയ ആളുകൾക്കാണെങ്കിലും ഈ അഡ്മിനിസ്ട്രേഷൻ പോസ്റ്റിലേക്കും വളരെ നല്ല പൊസിഷനിലേക്ക് പോസ്റ്റുകൾ കിട്ടുന്നതാണ്.
ഈ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ, അക്കൗണ്ട്സ് ഓഫീസർ തുടങ്ങി ഒരുപാട് പോസ്റ്റുകൾ അവിടെ വരാറുണ്ട്. പിന്നെ നിങ്ങൾക്ക് ISRO റിലേറ്റഡ് ആയിട്ടുള്ള ഒരു കോഴ്സ് ചെയ്യണമെന്നുണ്ടെങ്കിൽ തിരുവനന്തപുരത്തുള്ള ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പേസ് സയൻസ് ആൻഡ് ടെക്നോളജി, അവിടെ ബിടെക്കിന്റെ 3 കോഴ്സുകൾ ഓഫർ ചെയ്യുന്നുണ്ട്. ബിടെക് ഇൻ എയറോസ്പേസ് എഞ്ചിനീയറിംഗ്, ബിടെക് ഇൻ ഏവിയോണിക്സ്, ബിടെക് ഇൻ ഫിസിക്കൽ സയൻസ്. അതേപോലെ ഇന്റഗ്രേറ്റഡ് കോഴ്സുകളുണ്ട്, MS ഉണ്ട്. ഇത്രയും കോഴ്സുകൾ നിങ്ങൾക്ക് അവിടെ ചെയ്യാൻ പറ്റും. ചെയ്യുന്നത് പറഞ്ഞാൽ അത് അഡ്മിഷൻ പ്രൊസീജിയർ ത്രൂ GE ആണ്. IIT-കളിലേക്കുള്ള എൻട്രൻസ് എക്സാമിലൂടെയാണ് അവിടേക്കും അഡ്മിഷൻ നടക്കുന്നത്. പഴയ കാലങ്ങളിൽ ഈ IAST തുടങ്ങിയ കാലം മുതൽ കാലത്തെ 1-2 ബാച്ചുകൾ കഴിഞ്ഞ ബാച്ച് മുഴുവനായിട്ടും ISRO അബ്സോർബ് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ ഈ അടുത്ത കാലത്ത് ഒട്ടുമിക്ക ആളുകളുടെയും ISRO അബ്സോർബ് ചെയ്യുന്നുണ്ട്. ഹൈലി പെർഫോമിംഗ് ആയിട്ടുള്ള ആളുകളെ എല്ലാം, വളരെ സ്റ്റേബിൾ ആയിട്ട് പെർഫോം ചെയ്യുന്ന മിക്കവാറും എല്ലാ ആളുകളെയും ISRO ഈ IAST അബ്സോർബ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ IAST-യിൽ നമുക്ക് ഒരു അഡ്മിഷൻ കിട്ടിയാൽ നല്ല രീതിയിൽ അവിടെ നിന്ന് പഠിച്ചു കഴിഞ്ഞാൽ ISRO-യിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഒരു ജോലി പ്രതീക്ഷിക്കാവുന്നതാണ്. അതേപോലെ ISRO അല്ലെങ്കിൽ തിരുവനന്തപുരം VSSC നിങ്ങൾക്ക് വിസിറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞൊരു മ്യൂസിയം ഉണ്ട്, മ്യൂസിയം വിസിറ്റ് ചെയ്യാൻ പറ്റും. അവിടെ ഒരുപാട് മോഡൽസുകൾ നിങ്ങൾക്ക് പ്രദർശിപ്പിച്ചിട്ടുണ്ട്. അവിടെ VSSC-യുടെ വെബ്സൈറ്റ് കയറിയിട്ട് മ്യൂസിയത്തിന്റെ ലിങ്കിൽ പോയി ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ കയറാൻ പറ്റും, പാസ് ലഭിക്കുന്നതാണ്. ഓക്കെ, അടുത്തത് ക്വസ്റ്റ്യൻ ആൻസർ സെഷനിലേക്ക് കടക്കാം അല്ലേ? ബിലാൽ. ഹലോ, കേൾക്കുന്നുണ്ടോ? അതെ അതെ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത്, in common aluminum is using in wheels of space rovers like Curiosity, MER, etc. Is there any other material better than aluminum and why it is chosen? ആ ഒരു ക്വസ്റ്റ്യൻ എനിക്ക് അറിയില്ല ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. ഞാൻ അതിന് കമന്റ് ചെയ്യുന്നത് ശരിയാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. Okay. Next question. What is the possibility of a nuclear thermal rocket, NTR? Shall we use nuclear fuel in space exploration like a spacecraft, rovers, satellites, both geo and polar? Nuclear fuel actually already ചൈനീസും US ഒക്കെ ഉപയോഗിക്കുന്നുണ്ട്. നമ്മുടെ മാർസ് മിഷനും പിന്നെ ലൂണാർ മിഷൻസിലൊക്കെ ന്യൂക്ലിയർ എനർജി അല്ലെങ്കിൽ ആ ഒരു ഫ്യൂവൽ ഉപയോഗിക്കുന്നുണ്ട്. അത് ആക്ച്വലി ഈ സാറ്റലൈറ്റ് അല്ലെങ്കിൽ അവിടുത്തെ റോവേഴ്സിനൊക്കെ വേണ്ടിയിട്ടാണ് അതിന്റെ ഇത് ഉപയോഗിക്കുന്നത്, ന്യൂക്ലിയർ. പക്ഷെ ന്യൂക്ലിയർ റോക്കറ്റിലേക്ക് എത്തിയിട്ടില്ല എന്ന് എനിക്ക് തോന്നുന്നു. അതിന് ഒരുപാട് കൺസ്ട്രെയിൻസ് ഉണ്ട്. റോക്കറ്റ് ഫ്യൂൽ ആയിട്ട് ഉപയോഗിക്കുന്നതിന് ഒരുപാട് കൺസ്ട്രെയിൻസ് ഉണ്ട്. അതിന് പകരം പക്ഷെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ സാറ്റലൈറ്റ് അതേപോലുള്ള സാധനങ്ങളൊക്കെ ഉപയോഗിക്കും. ബാറ്ററിക്ക് പകരം ന്യൂക്ലിയർ ഫ്യൂലുകൾ ഉപയോഗിക്കുന്നുണ്ട്. Okay. Next question. Why was the use of space shuttle stopped by NASA? അതിന്റെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് അവര് കാര്യമായിട്ട് അതിന്റെ അകത്തുനിന്ന് പുറകോട്ട് അടിക്കാൻ കാരണം കൊളംബിയയുടെ ആ ഒരു തകർച്ച തന്നെയായിരുന്നു. വെരി ഹൈ റിസ്കി സംവിധാനങ്ങളാണത്. സ്പേസ് ഷട്ടിലുകൾ എന്ന് പറയുന്നത് ഇവിടുന്ന് ഭൂമിയിൽ നിന്ന് പുറത്തേക്ക് പോകുന്നതിനേക്കാൾ കൂടുതൽ റിസ്ക് ആണ് അവിടുന്ന് പുറമേ നിന്ന് താഴേക്ക് വരുന്നത്, സ്പേസിൽ നിന്ന് ഭൂമിയിലേക്ക് വരുന്നത്. ഭയങ്കര റിസ്ക് ആണ്, അതേപോലെ തന്നെ ഭയങ്കര കോസ്റ്റ്ലി ആണ്. ആ ഒരു കാരണങ്ങൾ കൊണ്ടാവാം സ്പേസ് ഷട്ടിലുകൾ അവർ ഉപേക്ഷിക്കുകയും അതിന് പകരമായിട്ട് സ്പേസ് ക്യാപ്സ്യൂളുകളാണ് അവരിപ്പം എൻകറേജ് ചെയ്യുന്നത്. അത് പക്ഷേ നാസ ഡയറക്റ്റ് ചെയ്യുന്നില്ല. നേരത്തെ സ്പേസ് എക്സ് പറഞ്ഞില്ല, സ്പേസ് എക്സ് ചെയ്യുന്നുണ്ട്. അത് ഈ ഒരു മെയിൻ്റനൻസ് ഒക്കെ ഇഷ്യൂ ഉള്ളത് കൊണ്ടായിരിക്കണം, ആ ഒരു റിസ്കി ആയതുകൊണ്ടായിരിക്കാം സ്പേസ് ഷട്ടിലുകൾ അവർ താൽക്കാലികമായിട്ട് സ്റ്റോപ്പ് ചെയ്തത്.
പക്ഷെ സ്പേസ് ക്യാപ്സ്യൂളുകൾ ഇപ്പൊ അവര് കാര്യമായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. സ്പേസ് ക്യാപ്സ്യൂളും സെയിം പർപ്പസ് ആണ് സെർവ് ചെയ്യുന്നത്. Okay. Next question: what is the relation between magnetic equator and rocket launching to choose Tumba as a launching site? അത് ഞാൻ പറഞ്ഞു നേരത്തെ. റോക്കറ്റ് തുമ്പ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാഗ്നറ്റിക് ഇക്വേറ്റർ ആണ്. അത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയണോസ്ഫിയർ സ്റ്റഡി ചെയ്യാൻ വേണ്ടി മാത്രമേ അത് ഉപയോഗിക്കാൻ പറ്റുള്ളൂ. അല്ലാതെ റോക്കറ്റ് അങ്ങനെ ഒരു റിലേഷൻ ഇല്ല. റോക്കറ്റ് ലോഞ്ച് ചെയ്യാൻ മാഗ്നറ്റിക് ഇക്വേറ്റർ വേണമെന്നില്ല. പക്ഷെ ജിയോഗ്രഫിക് ഇക്വേറ്ററിൽ എത്രമാത്രം ജിയോഗ്രഫിക് ഇക്വേറ്ററിലേക്ക് ആവുന്നു അത്രയും നല്ലതാണ് റോക്കറ്റ് ലോഞ്ചിങ് സ്റ്റേഷൻ. നമ്മളെ ഈ സാറ്റലൈറ്റ് ലോഞ്ചിങ് സ്റ്റേഷൻസ്, റോക്കറ്റ് ഇതിൻ്റെ ഞാൻ പറയുന്നത് സൗണ്ടിങ് റോക്കറ്റ് അല്ല, സാധാ റോക്കറ്റ്, നോർമൽ റോക്കറ്റ്. അതുകൊണ്ട് തന്നെ മിക്കവാറും എല്ലാ ലോഞ്ച് സൈറ്റുകളും ഇക്വേറ്ററിന്റെ അടുത്തായിരിക്കും. അതെന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ എർത്തിന്റെ റൊട്ടേഷൻ സ്പീഡ് മാക്സിമം ആവുന്നത് ഇക്വേറ്ററിലാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ആ മാക്സിമം സ്പീഡിന്റെ അഡ്വാൻറ്റേജ് എടുക്കാൻ വേണ്ടിയിട്ടാണ് ഇക്വേറ്ററിലേക്ക് അവർ ഈ ക്ലോസ് ടു ഇക്വേറ്ററിലേക്കാണ് അവർ ചെയ്യുന്നത്. അതേപോലെ തന്നെ നമ്മുടെ ഇതെന്ന് പറയുന്നത് ഈസ്റ്റ് സൈഡിലാണ്. നമ്മുടെ ഈസ്റ്റില് ഒരു കടലുണ്ട്. അതുകൊണ്ട് തന്നെ പിന്നെ എർത്തിന്റെ റൊട്ടേഷൻ വെസ്റ്റ് ടു ഈസ്റ്റ് ആണല്ലോ, ടുവാർഡ്സ് ഈസ്റ്റ്. അപ്പൊ അതുകൊണ്ട് തന്നെ ആ ഒരു അഡ്വാൻറ്റേജോടുകൂടി റോക്കറ്റിന് കിട്ടും. അതുകൊണ്ട് കൊണ്ടാണ് ഈ ക്ലോസ് ടു ഇക്വേറ്ററും ഈസ്റ്റും തിരഞ്ഞെടുക്കാൻ കാരണം. ഓക്കെ, താങ്ക് യു. പിന്നെ റോക്കറ്റിന്റെ ഫ്യൂവൽ തീർന്നു കഴിഞ്ഞാൽ വല്ല ബാക്കപ്പ് സംവിധാനം ഇതിലുണ്ടാവുമോ, അങ്ങനെ എന്തെങ്കിലും? ഇല്ല, റോക്കറ്റിന്റെ അല്ല ഉദ്ദേശിച്ചത്. റോക്കറ്റിന്റെ ഫ്യൂവൽ എന്ന് പറഞ്ഞാൽ വെൽ കാൽക്കുലേറ്റഡ് ആയിരിക്കും. വെൽ കാൽക്കുലേറ്റഡ് ആണ്. ഹൈലി ഫസ്റ്റ് സിമുലേഷൻ നടത്തും, അതേപോലെ തന്നെ കാൽക്കുലേഷനും ഉണ്ട്. അങ്ങനെ ഒരു റോക്കറ്റിന് ഫ്യൂവൽ തീരില്ല. അത് വെൽ കാൽക്കുലേറ്റഡ് സാധനമായിരിക്കും. ഇത്ര പോവാൻ ഇത്ര ഫ്യൂവൽ വേണം എന്നുള്ളത് കാൽക്കുലേറ്റഡ് ആണ്. ഓക്കെ ഓക്കെ. ആസ്ട്രോബയോളജി ഒക്കെ പഠിച്ചു കഴിഞ്ഞാൽ ISRO ഉള്ള സാധ്യത? ആസ്ട്രോബയോളജിയിൽ സാധ്യതകൾ കൂടി വരുന്നുണ്ട്. കാരണം നമ്മുടെ ഗഗൻയാനൊക്കെ ഓണാണ്. ഇപ്പോഴത്തെ ഒരു കോണ്ടക്സ്റ്റിൽ അത് ചിലപ്പോ, അല്ലെങ്കിൽ ഇത് മാത്രമല്ല, എല്ലാ നമ്മുടെ അറിയാലോ, അത് ഈ ഒരു കോണ്ടക്സ്റ്റ് ഓവർകം ചെയ്തു കഴിഞ്ഞാൽ അടുത്തത് വരാൻ പോകുന്ന ഗഗൻയാനാണ്. ഗഗൻയാൻ എന്ന് പറയുന്നത് ഒരു മനുഷ്യൻ ഭൂമിക്ക് പുറത്ത് അല്ലെങ്കിൽ സ്പേസിൽ പോകുന്നതാണ്. ഇപ്പൊ ആ സമയത്ത് ആസ്ട്രോബയോളജി വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇപ്പൊ ഒരുപാട് അങ്ങനെയുള്ള തിങ്കിങ്സ് ഒക്കെ വരുന്നുണ്ട്. മിക്കവാറും അതേപോലെ റിലേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് പോസ്റ്റുകൾ വരാനും ചാൻസ് ഉണ്ട്. അതുപോലെ ഫ്യൂച്ചർ ആസ്ട്രോനോട്ട് ആവാൻ എന്താ ചെയ്യേണ്ടത് ISROയിലൊക്കെ? അതിന് വേണ്ടിയിട്ടുള്ള ആസ്ട്രോനോട്ട് ഒക്കെ ആവാൻ വേണ്ടിയിട്ടുള്ള ആസ്ട്രോനോട്ട് ആവാൻ അതൊരു പൊളിറ്റിക്കൽ ക്വസ്റ്റ്യനാണ്. ആസ്ട്രോനോട്ട് ആവാന്ന് പറയുന്നത് അത് somebody has to decide from somebody, not somebody, it should be decided by government. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആക്ച്വലി ഒരുപാട് ഇഷ്യൂസ് ഉള്ളതാണ്. പല ഡിപ്പാർട്ട്മെന്റുകൾ തമ്മിലുള്ള ഇഷ്യൂസ് ഒക്കെ വരാറുണ്ട്. അതുകൊണ്ടാണ് മിക്കവാറും നമ്മൾ ആസ്ട്രോനോട്ട്സ് എല്ലാം നോക്കിക്കഴിഞ്ഞാൽ ഒന്നുകിൽ പൈലറ്റ്സ് അല്ലെങ്കിൽ ആർമി എന്നൊക്കെ വരുന്ന ആളുകളായിരിക്കും. പിന്നെ ചുരുക്കം നമ്മള് ഒരു ആസ്ട്രോനോട്ട്സിന്റെ ലിസ്റ്റ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അങ്ങനെയാണ്. പിന്നെ US ഈ റഷ്യയിലാണെങ്കിലും ഒക്കെ തന്നെ മെജോറിറ്റി ഓഫ് ദ പീപ്പിൾ ഈസ് ഫ്രം ഐദർ മിലിറ്ററി ഓർ ലൈക്ക് ദാറ്റ് ആയിരിക്കും. പൈലറ്റ്സ് അതേപോലെയുള്ളത്. പിന്നെ സയന്റിസ്റ്റുകൾ കൂടെ പോവാറുണ്ടെന്നാണ്. അതിനും ഒരു എന്താ പറയാ, ഒരുപാട് പിന്നെ പ്രൊസീജിയേഴ്സ് ഉണ്ട്. ഓക്കെ ഓക്കെ, കഴിഞ്ഞോ? ക്വസ്റ്റ്യൻസ് കഴിഞ്ഞു. ഓക്കെ. ഹലോ, കേൾക്കുന്നുണ്ടോ? ഓക്കെ, അപ്പം വളരെ സന്തോഷം. അപ്പം ആദ്യമായി തന്നെ മുഹ്സിൻ സാറോട് ഒരു ബിഗ് താങ്ക്സ് പറയാണ്. മുഹ്സിൻ സാറ് നമ്മളെ സ്കില്ലിന്റെ അഡ്വൈസറി ബോർഡിലെ മെമ്പർ കൂടിയാണ്. പിന്നെ അദ്ദേഹത്തിന്റെ പ്രൊഫൈൽ നിങ്ങൾ ഇൻട്രൊഡക്ഷനിൽ തന്നെ മനസ്സിലാക്കിയിട്ടുണ്ടാവും. ദേവഗിരി കോളേജിൽ നിന്ന് UGയും അതേപോലെ കൊച്ചിൻ പിന്നെ കണ്ണൂർ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് PGയും അതിനുശേഷം
പിന്നെ ISRO യിലെ എന്താ പറയുക നാഷണൽ പിന്നെ അറ്റോമിക് റിസർച്ച് ലബോറട്ടറിയിലെ എക്സ്പീരിയൻസും പിന്നെ അങ്ങനെ തുടങ്ങി റോക്കറ്റ് വിക്ഷേപണത്തിലെ ക്ലൈമറ്റിന്റെ കാര്യങ്ങൾ അതിന്റെ പിന്നിലെ റിസർച്ച് പ്രോജക്റ്റുകളുടെ പിന്നിൽ ഒരുപാട് വർഷങ്ങളെ പിന്നെ എക്സ്പീരിയൻസ് ഉള്ള മുഹ്സിൻ സാഹിബ് എന്ന സയന്റിസ്റ്റിനോടാണ് നമ്മൾ ഇത്രയും നേരം സംവദിച്ചത്. നമുക്ക് വളരെ വലിയ ഓപ്പർച്യൂണിറ്റിയാണ് ഈ കിട്ടിയത്. എത്രത്തോളം അറിവുണ്ടോ അത്രത്തോളം സിമ്പിളാക്കി നമുക്ക് ഓരോ കാര്യങ്ങൾ മനസ്സിലാക്കാം എന്നുള്ളതാണ് ഈ ഒരു സെഷനിലെ രത്നച്ചുരുക്കമായിട്ട് ഞാൻ മനസ്സിലാക്കുന്നത്. പിന്നെ നിങ്ങൾക്ക് പാർട്ടിസിപ്പൻസിന് കേൾക്കുന്ന പാർട്ടിസിപ്പൻസിന് ഇവാലുവേഷൻ ഫോം, അതായത് നമ്മളൊരു സർവേ ഫോം തയ്യാറാക്കിയിട്ടുണ്ട്. അപ്പോൾ ആ രീതിയിൽ നിങ്ങൾക്ക് മെയിൽ ആയിട്ടും ഒക്കെ നിങ്ങൾക്ക് ലഭിക്കും. അതിൽ നിങ്ങളുടെ ഫീഡ്ബാക്കുകളും നിങ്ങളുടെ ഡൗട്ടുകളും എന്ത് സ്കില്ലുമായിട്ട് ബന്ധപ്പെട്ടുള്ള അല്ലെങ്കിൽ ഒരു സെഷനായിട്ട് ബന്ധപ്പെട്ടുള്ള എല്ലാ ക്വറീസും നിങ്ങൾക്ക് അതിൽ രേഖപ്പെടുത്താവുന്നതാണ്. പിന്നെ ഒരു കാര്യം മാത്രം സൂചിപ്പിച്ചിട്ട് നമുക്ക് ഈ ഒരു സെഷൻ വൈൻഡപ്പ് ചെയ്യാം. സ്കിൽ എന്ന് പറയുന്ന സയന്റിഫിക് പ്ലാറ്റ്ഫോം, സയന്റിഫിക് ക്വസ്റ്റ് ഫോർ ഐഡിയൽ ലേണിംഗ് നിങ്ങൾക്ക് എപ്പോഴും ഒരു കൂടെ ഉള്ള തന്നെ ഒരു ഗൈഡൻസ് പ്ലാറ്റ്ഫോം കൂടിയാണ്. അതായത് നിങ്ങളെ കൂടെ തന്നെ സയന്റിഫിക് രംഗത്ത് കൈപിടിച്ച് നടക്കാൻ അല്ലെങ്കിൽ അത്തരത്തിലുള്ള സുഹൃത്തുക്കളുമായിട്ടുള്ള വളരെ വലിയൊരു നെറ്റ്വർക്ക്, ഈവൻ സയന്റിസ്റ്റുകളുള്ള വളരെ വലിയൊരു നെറ്റ്വർക്കാണ് സ്കിൽ. ഇന്ത്യയിലെ പ്രീമിയർ ഇൻസ്റ്റിറ്റ്യൂട്ടുകളായിട്ടുള്ള എയിംസ്, ജിപ്മർ, IIT, NIT, NICER, IISc, IIMSc, IIIT പോലുള്ള വിദ്യാർത്ഥികളുടെ വളരെ നല്ലൊരു കൂട്ടായ്മയാണ് സ്കില്ല്. അപ്പോൾ നിങ്ങൾ മെമ്പർഷിപ്പ് ഇതുവരെ എടുത്തിട്ടില്ലെങ്കിൽ മെമ്പർഷിപ്പ് എടുക്കാം. നമ്മൾ ഈ ഒരു പ്രോഗ്രാം പിന്നെ സ്പേസ് വീക്കാണ് ഗ്ലോബലി ഈ ഒരു ഒക്ടോബറിൽ ഫസ്റ്റ് വീക്ക് ആചരിക്കുന്നത്. നമ്മളതൊരു സ്പേസ് മന്ത് ആയിട്ട് തന്നെ ഒരുപാട് പ്രോഗ്രാമുകൾ പ്ലാൻ ചെയ്തിട്ട് കൂടുതൽ അറിവുകൾ പിന്നെ ഷെയർ ചെയ്യുക, അത്ര നല്ലൊരു നെറ്റ്വർക്ക് ഓഫ് നോളജ് ഉണ്ടാക്കുക എന്നുള്ളതാണ് നമ്മളെ പ്ലാന്. അപ്പോൾ അതിൽ ഭാഗവാക്കാവുക. ഇതുവരെ മെമ്പർഷിപ്പ് എടുക്കാത്തവർക്ക് നമ്മളുമായിട്ട് സ്കിൽ മെയിനായിട്ട് gmail.com എന്ന മെയിലിൽ നിങ്ങൾക്ക് വിസിറ്റ് ചെയ്യാം. വാട്സപ്പ് ഗ്രൂപ്പുകൾ നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്, ഒരുപാട് വാട്സപ്പ് ഗ്രൂപ്പുകൾ. അതായത് സ്കിൽ മെയ്റ്റ്സിനും പുറത്തുനിന്നുള്ള ആളുകൾക്കും കൂടി ഉള്ള ഇൻഫർമേഷൻ ആണ് തരുന്നത്. പുറത്തുനിന്ന് നമ്മൾ ഒരുപാട് പാർട്ടിസിപ്പൻസ് ഈ പ്രോഗ്രാമിൽ ഉണ്ടാവാം. അപ്പോൾ അവർക്കൊക്കെ നമ്മൾ വാട്സപ്പ് ഗ്രൂപ്പുകൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ഗ്രൂപ്പ് നിങ്ങൾ ലെഫ്റ്റ് ചെയ്യാതിരിക്കുക. വരുന്ന പ്രോഗ്രാമുകളെ കുറിച്ചുള്ള അപ്ഡേറ്റ്സ് നിങ്ങൾ കിട്ടിക്കൊണ്ടിരിക്കും. അപ്പം എല്ലാവരും ഈ ഒരു സെഷൻ എൻജോയ് ചെയ്ത്, അതേപോലെ തന്നെ ഒരു നമ്മളെ ഇൻട്രൊഡക്ഷനിൽ പറഞ്ഞ പോലെ ഇൻഫർടൈൻമെന്റ് സെഷനാണ് ഇത്. പിന്നെ എല്ലാ അർത്ഥത്തിലും എന്താ പറയുക, അത്തരം നോളജ് ഉള്ള ഒരു ഗ്രൂപ്പിന്റെ കൂടെ എപ്പോഴും നമ്മളങ്ങനെ എന്താ പറയുക യങ് എനർജറ്റിക് ആയിട്ട് മുമ്പോട്ട് പോവുക, എന്നിട്ട് സമൂഹത്തിനും നാടിനും ഒക്കെ വളരെ വലിയ ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരു സൊസൈറ്റി ആയിട്ട് മാറുക. സയന്റിഫിക് ഒരു ഗ്രൂപ്പ്, ധാർമ്മിക ബോധമുള്ള ഒരു സയന്റിഫിക് ഗ്രൂപ്പ്, അതാണ് സയന്റിഫിക് ക്വസ്റ്റ് ഫോർ ഐഡിയൽ ലേണിംഗ് എന്ന് പറയുന്ന ഈ ഒരു പ്ലാറ്റ്ഫോം. അപ്പം ഇതിൽ പങ്കെടുത്ത എല്ലാ എൻ്റെ സുഹൃത്തുക്കൾക്കും വളരെ ആത്മാർത്ഥമായി നന്ദി അറിയിക്കുകയാണ്. അതോടൊപ്പം തന്നെ നമ്മളെ മുഹ്സിൻ സാറ് ഇത്രയും സമയം നമ്മളോട് സ്പെൻഡ് ചെയ്ത മുഹ്സിൻ സാറ് നിലവിൽ അദ്ദേഹം NIT-യിലെ പോസ്റ്റ് ഡോക്ടറൽ ഫെല്ലോ ആയിട്ടാണ് നിലവിൽ നാഷണൽ റിസർച്ച് പോസ്റ്റ് ഡോക്ടറേറ്റ് ഫെല്ലോ ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ അദ്ദേഹത്തിനും സ്കില്ലിന്റെ ഒഫീഷ്യാലിറ്റിയുടെ പേരിൽ അദ്ദേഹത്തിനും വളരെ സിൻസിയർ ആയിട്ട് അദ്ദേഹത്തോട് നന്ദി പറയുകയാണ്. അതോടൊപ്പം തന്നെ നമ്മളെ ടെക്നിക്കൽ ഗ്രൂപ്പ്, ഈ ഒരു പ്ലാറ്റ്ഫോം നിങ്ങൾക്ക് സാധാരണ സൂമിനെക്കാട്ടിലും ഇത്രയും വളരെ നല്ല രീതിയിൽ ഇത് ഉപയോഗിക്കാൻ പറ്റിയിട്ടുണ്ടാവും. അപ്പോൾ എല്ലാ അർത്ഥത്തിലും പിന്നെ നമ്മളൊരു ടീം വർക്കാണ് നിങ്ങൾ കണ്ടത്. അപ്പോൾ ഈ ഒരു ടീമിനോട് കൂടെ നിങ്ങൾക്ക് ജോയിൻ ചെയ്ത് നിങ്ങൾക്കും ഇതേപോലെ കാര്യങ്ങൾ ഹോസ്റ്റ് ചെയ്യുകയും സംഘടിപ്പിക്കുകയും നമ്മൾ ഒരുമിച്ച് നമുക്ക് സയന്റിഫിക് രംഗത്ത് പുതിയ മൈൽ സ്റ്റോൺസ് നമുക്ക് ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി അറിയിച്ചുകൊണ്ട് നമ്മളെ ഈ സ്പേസ് മന്ത് പ്രോഗ്രാമിന്റെ ഇനാഗുറൽ സെഷനായിട്ട് ഈ ഒരു പ്രോഗ്രാം പ്രഖ്യാപിച്ചുകൊണ്ട് ആണെന്ന് അറിയിച്ചുകൊണ്ട് വരും ദിവസങ്ങളിൽ കൂടുതൽ പ്രോഗ്രാമുകളും കൂടുതൽ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ആക്ടിവിറ്റീസും ട്രഷർ ഹണ്ട് പോലെയുള്ള റിസർച്ച് ആർട്ടിക്കിൾ എങ്ങനെ പബ്ലിഷ് ചെയ്യാം, അത്തരം പ്രോഗ്രാമുകൾ, ക്വിസ്, ആർട്ടിക്കിൾ റൈറ്റിംഗ്, ഫോട്ടോഗ്രാഫി കോൺടെസ്റ്റ്, അത്തരം പ്രോഗ്രാമുകൾ നിങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ഈ ഒരു ഒക്ടോബർ മന്ത് ത്രൂ ഔട്ട് നിങ്ങൾ സ്റ്റേ ട്യൂൺഡ് ആയിട്ട് വളരെ എന്താ പറയുക എനർജറ്റിക് ആയിട്ട് സ്കില്ലിന്റെ കൂടെ തന്നെ നിൽക്കുക എന്ന് പറഞ്ഞുകൊണ്ട് ഈ സെഷൻ വൈൻഡപ്പ് ചെയ്യുന്നു. പിന്നെ ആർക്കെങ്കിലും എന്തെങ്കിലും ഫീഡ്ബാക്കുകൾ പറയാനുണ്ടെങ്കിൽ ഈ ഒരു 2 മിനിറ്റ് ഉപയോഗിക്കാവുന്നതാണ്. എനിവൺ ഫ്രം ദ ഓഡിയൻസ്, നമുക്ക് സന്തോഷമാവും. എന്തെങ്കിലും കമന്റ്സ്, ഫീഡ്ബാക്ക്, നമുക്ക് എങ്ങനെ ഇമ്പ്രൂവ് ചെയ്യാം എല്ലാം പറയാം. അതിനുള്ള ഓപ്ഷൻ ഉണ്ടോ അമൻ സാഹിബ്? ചാറ്റ് ഈസ് എനേബിൾഡ്. ഓക്കെ, റൈറ്റ്. ഓഡിയൻസിന് ഇപ്പോൾ സംസാരിക്കാവുന്ന ഒരു ഓപ്ഷനാണ്. നിങ്ങൾക്ക്
മുഹ്സിൻ സാർ ഇപ്പോൾ ലൈനിലുണ്ടാവും. അദ്ദേഹത്തോട് നേരിട്ട് സംവദിക്കുകയും ചെയ്യാം. ഒരു 2 minutes നമുക്ക്. അതെ, മെമ്പർ ആവാൻ പറ്റും. നമ്മളെ സ്കിൽ main@gmail.com. അതേപോലെ വാട്സപ്പ് ഗ്രൂപ്പിൽ നമ്മളതിൻ്റെ രജിസ്ട്രേഷൻ ഫോമുകളൊക്കെ നിങ്ങൾക്ക് ഔട്ട് ചെയ്യും, മെമ്പർഷിപ്പ് ഫോമുകളൊക്കെ. ഓക്കെ, ഒരുപാട് കമൻസ് വരുന്നുണ്ട്. ആർക്കെങ്കിലും സംസാരിക്കാൻ പറ്റുവാണെങ്കിൽ ഒരു 2 minutes നമുക്ക് ടൈം കൊടുക്കാം, എന്നിട്ട് നമുക്ക് കൺക്ലൂഡ് ചെയ്യാം. നമ്മളെ സെഷൻ നമ്മൾ ഔട്ട് ചെയ്യും കേട്ടോ മൊത്തം. പിന്നെ ഇതിൽ പങ്കെടുത്ത എല്ലാ ആളുകൾക്കും നമുക്ക് മെയിൽ ചെയ്യാനുള്ള സംവിധാനം നമ്മൾ ചെയ്യാം. രജിസ്ട്രേഷൻ ഫോമിൽ നിങ്ങൾ മെയിൽ ഐ ഡി വെച്ചിട്ടുണ്ടാവും, നിങ്ങൾക്ക് ഡീറ്റെയിൽസ് സെൻഡ് ചെയ്ത് തരും, മെമ്പർഷിപ്പും കാര്യങ്ങളൊക്കെ. എന്നെ കോൺടാക്ട് ചെയ്യാൻ താല്പര്യമുള്ള ആളുകൾക്ക് മെയിൽ ഐ ഡി കൊടുക്കാവുന്നതാണ്. ഓക്കെ, മുഹ്സിൻ സാറെ മെയിൽ ഐ ഡി നമ്മൾ പേഴ്സണലി സെൻഡ് ചെയ്ത് തരാം. ഓക്കെ, കമൻസ് മാത്രമേ ഉള്ളൂ, ആരും സംസാരിക്കാൻ തയ്യാറാകുന്നില്ല എന്ന് തോന്നുന്നുണ്ട്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം. അപ്പോൾ ഒരിക്കൽ കൂടിയും എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് ആർക്കെങ്കിലും എന്തെങ്കിലും സംസാരിക്കാനുണ്ടോ? സാൻഡ്രക്ക് എന്തോ സംസാരിക്കാനുണ്ടെന്ന് തോന്നുന്നു. സാൻഡ്ര കേൾക്കുന്നുണ്ടോ? സാൻഡ്ര പറഞ്ഞോളൂ. ഹലോ സാൻഡ്ര, കേൾക്കുന്നുണ്ടോ? ക്യാൻ യു അൺമ്യൂട്ട് മീ? അമൻ സാഹിബ്. Okay, you can unmute. Hello. Yes. Hello, I'm Sandra. Yeah, I was a part of Squill for like about 2 to 3 months. I was there with them for ICER preparation, ICER aptitude test preparation. Since that, I was there with the whole team, and everybody is like very supporting, and I was like, okay, my aim was ICER and still is ICER. I've got like a few marks less than general cutoff, so my parents were also like, if you can, then you can go for it, but if you really you are going to like pursue BSc, so is there any need for like wasting one more year to prepare for the next ICER exam, or else you can join somewhere here else? But I can specially take the names of some persons, Bilal, Basil, Kaka, and everybody. They both of them were like very, very friendly, and they supported me a lot. And now I'm taking a whole drop for the next year's exam. They have like told me the possibilities of such prominent, such very big institutions, which will give us like more, which will open us more opportunities and more ways to learn, labs, research, and all, rather than doing some even if it is BSc, then BSc also we will have a very whole lot of like opportunities, labs, and all in such prominent institutions. So I am very thankful for the people who makes us really gives us hopes. They'll just tell us that okay, your dreams are worthy, they can be fulfilled and all. So I'm really happy to get a section like this, and thanks to Mohsin sir also, because he's such a big person who just explained us like, it's like we can hear it for a whole day, for weeks. It's like it's that good, that presentation is that good, and it's awesome. So I'm thanking to all of you from the audience side, and we'll expect more absolutely like fantastic sections like this. And thank you so much.
Okay. Thank you, Sandra, for your valuable contributions. So anyone else ആരെങ്കിലും എന്തെങ്കിലും ആഡ് ചെയ്യാനുണ്ടെങ്കിൽ യു ക്യാൻ ആഡ്. ബോയ്സിന്റെ സൈഡിൽ നിന്ന് ഒരു കമന്റോട് വന്നാൽ നമുക്ക് കൺക്ലൂഡ് ചെയ്യാം. Yeah, Niranjan Praveen, right? Yeah. Questions ഇപ്പോഴും വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ക്വസ്റ്റ്യൻസ് വിൽ അഡ്രസ്. ഓക്കെ, നമ്മൾ ക്വസ്റ്റ്യൻസ് സെപ്പറേറ്റ് ആയിട്ട് തന്നെ നിങ്ങൾക്ക് മെയിൽ ചെയ്ത് എത്തിക്കാവുന്ന മീൻസ് അതിനുള്ള സംവിധാനം നമ്മൾ അറേഞ്ച് ചെയ്യാം. നിങ്ങൾ ഗ്രൂപ്പിൽ തന്നെ നിൽക്കാം. ഗ്രൂപ്പിൽ നമ്മൾ ഇതിൻ്റെ ഇപ്പോൾ ഡിസൈനിങ് പ്രോഗ്രാമുകൾക്ക് ISRO സാധ്യത ഉണ്ടോ എന്നാണ് ക്വസ്റ്റ്യൻ വന്നത് അല്ലേ? ഓക്കെ ഓക്കെ. എനിവൺ എൽസ് ആരെങ്കിലും എന്തെങ്കിലും ഒരു ഫീഡ്ബാക്ക് ആഡ് ചെയ്യാനുണ്ടോ? ഓർ എൽസ് വിൽ കൺക്ലൂഡ് അല്ലേ? സോ yeah, me too. Hanna Riyad Khan, Aslamia Abdul Karim. Right, സംസാരിക്കാം. അൺമ്യൂട്ട് ചെയ്ത് സംസാരിക്കാം. ഹന്ന. ഓക്കെ, ഐ തിങ്ക് നമ്മൾ പിന്നെ നമ്മുടെ ടൈം അതിക്രമിച്ചത് കൊണ്ട് നമുക്ക് കൺക്ലൂഡ് ചെയ്യാം. യു ക്യാൻ നമ്മളൊരു എന്താ പറയുക ഫീഡ്ബാക്ക് ഫോം നിങ്ങൾക്ക് എത്തിക്കുന്നതാണ്. അതിൽ കൂടെ ഓക്കെ ഹന്നക്ക് ഒരു ചാൻസ് കൊടുക്കാം. ഹന്ന പറഞ്ഞോളൂ. ഹന്ന അൺമ്യൂട്ട് ചെയ്തോളൂ. ഓക്കെ, സോറി, നമ്മൾ എന്താണെന്നറിയില്ല, ഇഷ്യൂ എന്താണെന്നറിയില്ല. എനിവേ ഓക്കെ ദെൻ. Anyway, we'll conclude for today. നമ്മൾ ഈ ഒക്ടോബർ മന്ത് ത്രൂ ഔട്ട് നമുക്ക് പ്രോഗ്രാംസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾ സ്റ്റേ വിത്ത് അസ് ഫോർ ദ ഹോൾ മന്ത്. നമുക്ക് ഇന്നത്തേക്ക് വൈൻഡ് അപ്പ് ചെയ്യാം. സോ എല്ലാവരോടും ഒരു ബിഗ് താങ്ക്സ് ഒരിക്കൽ കൂടി പറഞ്ഞുകൊണ്ട് ലെറ്റ്സ് എക്സ്പ്ലോർ സയൻസ് ടുഗദർ. സോ താങ്ക് യു ഓൾ.